الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله صلى الله على سيدنا محمد وعلى آله وصحابه الأخيار اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون صدق الله العلي العظيم وقال نبينا وحبيبنا وشفيعنا ومصطفانا محمد صلى الله عليه وعلى آله وصحبه وسلم ما أنعم الله على عبد من نعمة فقال الحمد لله إلا أدى شكرها فإن قالها ثانيا جدد الله له ثوابها فإن قالها الثالثة غفر الله له ذنوبه ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم صل مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم مولاي صل وسلم على حبيبك خير الخلق كلهم يا صاحب البغداد كل ناظرين يا مطلب الحاجات عبد القادر يا صاحب الأجمير كل ناصر يا مطلب الحاجات خواجة سنجري
يا صاحب الكنيال شيخي حاضرين يا مطلب الحاجات مولى القادرين اللهم إنا نعوذ بك من الهم والحزن ونعوذ بك من العجز والكسل ونعوذ بك من الجبن والبخل ونعوذ بك من غلبة الدين وقهر الرجال സർവാദരണീയരായ ഏറെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളെ, നല്ലവരായ ദീനിനെ സ്നേഹിക്കുന്ന, ദീനിന്റെ അഹ്ലുകാരെ സ്നേഹിക്കുന്ന, നന്മയുടെ സുഗന്ധമുള്ള ജീവിതം ലോകത്തിന് സമ്മാനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സഹോദര സഹോദരിമാർ, നാളെയുടെ വാഗ്ദാനങ്ങളും പ്രതീക്ഷകളുമായ വിദ്യാർത്ഥിനികൾ, CMA-യുടെ കർമ്മധീരരും കർമ്മസജ്ജരും കർമ്മകുശലരും കർമ്മോത്സുകരും കർമ്മനിരതരുമായ പ്രവർത്തകർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. സുന്ദരമായ ഇസ്ലാമിന്റെ മൂല്യങ്ങളെ പൂർണ്ണമായും ഉൾക്കൊണ്ട് ഒരു നവജീവിതത്തിന് നന്ദി കുറിക്കുവാൻ സർവശക്തനായ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ജീവിക്കുന്ന കാലത്തോളം അല്ലാഹുവിന്റെ ത്വഅത്തിലായി പൊരുത്തത്തിലായി ജീവിക്കുവാനും മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് സ്വർഗ്ഗത്തിന്റെ ഫോട്ടോ കണ്ട് മരിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലാത്ത, എന്നാൽ എത്ര കേട്ടാലും കൊതി തീരാത്ത, എത്ര പറഞ്ഞാലും പൂതി തീരാത്ത കരളിന്റെ കഷ്ണമായ ഹൃദയത്തിന്റെ താളമായ ഹൃദയത്തുടിപ്പായ ഹൃദയമെന്ന മാണിക്യ കൊട്ടാരത്തിലെ കനകസിംഹാസനത്തിൽ ഉപവിഷ്ടരായ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പച്ചക്കുബ്ബയുടെ ചാരച്ചെന്നുകൊണ്ട് നിറഞ്ഞ കണ്ണുകളുമായി നിറഞ്ഞ മനസ്സുമായി അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് സലാം പറയാനുള്ള മഹാസൗഭാഗ്യം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ പരിപാടിയുടെ വിജയത്തിനു വേണ്ടി മാസങ്ങളോളം കഠിനാധ്വാനം ചെയ്ത നമ്മുടെ നല്ലവരായ ചെറുപ്പക്കാർ, അല്ലാഹു അവർക്ക് ആരോഗ്യമുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരുടെ പ്രവർത്തനങ്ങളുടെ ഫലമായി പടച്ചതമ്പുരാൻ സ്വർഗ്ഗലോകത്ത് മനോഹരമായ കനക കൊട്ടാരം അല്ലാഹു സമ്മാനമായി നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന വഅദ് പരമ്പരയിൽ ആ വഅദിന്റെ ഒന്നാമത്തെ ദിവസവും നമ്മുടെ പരിപാടിയുടെ മൂന്നാമത്തെ ദിവസവുമാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആമുഖങ്ങളൊന്നുമില്ലാതെ ഞാൻ എന്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ദുനിയാവിന്റെ മുൻപിൽ മയങ്ങുന്ന മനുഷ്യൻ എന്നതാണ് ഇന്നിവിടെ ചർവണം ചെയ്യപ്പെടുന്ന വിഷയം. ദുനിയാവിന്റെ മുൻപിൽ മയങ്ങുന്ന മനുഷ്യൻ. ഈ ടൈറ്റിൽ കൃത്യമാണ്, അത് യാഥാർത്ഥ്യമാണ്, അത് സത്യമാണ് എന്ന് അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം നാം ബോധമുള്ളവരാണ്, അവബോധമുള്ളവരാണ്. കാരണം ഇന്നത്തെ ന്യൂ ജനറേഷന്റെ, അതല്ല എങ്കിൽ ഈ ദുനിയാവിന്റെ പളപളപ്പിൽ മയങ്ങിക്കിടക്കുന്ന മനുഷ്യൻ ചിന്തിക്കുന്നത് എനിക്കൊരേ ഒരു ജീവിതം മാത്രമേ ഉള്ളൂ, അതൊന്ന് അടിച്ചു പൊളിക്കണം എന്നാണ്. എന്തോ വന്നാലും എനിക്ക് ആസ്വദിക്കണം, മുന്തിരിച്ചാറു പോലുള്ളൊരു ജീവിതം, എന്നും ഇതിന്റെ ലഹരിയിലാനന്ദ തുന്തിലാമൻ മനം മൂളിപ്പറക്കണം എന്ന് പറഞ്ഞതുപോലെ എന്നും ഇതിന്റെ ലഹരിയിലാനന്ദ തുന്തിലാമൻ മനം മൂളിപ്പറക്കണം. എത്ര എന്ത് വിചാരിച്ചാലും എത്ര പ്രയാസപ്പെട്ടാലും ഈ ദുനിയാവിൽ അടിച്ചു പൊളിച്ച് ജീവിക്കണമെന്നാണ് മനുഷ്യന്മാർ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ദുനിയാവിൽ ആകൊരു ജീവിതമല്ലേയുള്ളൂ,
അത് സുഖിച്ച് രമിച്ച് മതിച്ച് ജീവിക്കണമെന്ന ചിന്തയാണ് മനുഷ്യന്റെ ഹൃദയാന്തരങ്ങളിലേക്ക് കടന്നു വരുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു മുസൽമാൻ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കുകയും ചിന്തിക്കേണ്ടതുണ്ട്. ഒന്നാമതായി പറയാം, ഈ ദുനിയാവിൽ അടിച്ചു പൊളിക്കണമെന്ന് ചിന്തിക്കുന്ന മനുഷ്യനോട് പറയുകയാണ്, ദുനിയാവിന് ദുനിയാവെന്ന പേര് പറയാനുള്ള കാരണം എന്താണ്? ദുനിയാവ് ദുനിയാവിന് ദുനിയാവെന്ന പേര് പറയാനുള്ള കാരണം എന്താണ്? ഇന്നമാ സുമ്മിയത്തിദ് ദുനിയാ ലിഅന്നഹാ ദനിയാ. മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 14 മുമ്പ് ദുനിയാവിന്റെ നിസ്സാരതയെ കുറിച്ചോ ആ ദുനിയാവിന്റെ പദം തന്നെ വിളിച്ചു പറയുന്നു എന്ന നഗ്നമായ യാഥാർത്ഥ്യത്തിലേക്ക് അല്ലാഹുവിന്റെ ഹബീബ് വിരൽ ചൂണ്ടുകയാണ്. ഇന്നമാ സുമ്മിയത്തിദ് ദുനിയാ, ദുനിയാവിന് ദുനിയാവെന്ന പേര് പറയാനുള്ള കാരണം എന്താണെന്നറിയോ? ലിഅന്നഹാ ദനിയാ. ദുനിയാവ് വളരെ നിസ്സാരമാണ്, ദുനിയാവ് വളരെ നിസ്സാരമാണ് എന്നാണ് ആ പദം തന്നെ വിളിച്ചു പറയുന്നത്. ചില പദങ്ങൾ അങ്ങനെയാണ്. നമ്മൾ നോക്ക്, നിങ്ങൾ സ്ഥാനാർത്ഥി എന്ന് പറയാറുണ്ട്. സ്ഥാനാർത്ഥികൾ വോട്ടഭ്യർത്ഥിക്കാറുള്ളത് എങ്ങനെയാണ്? ഞാനാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി, എനിക്ക് വോട്ട് ചെയ്യണമെന്നാണ്. സത്യത്തിൽ സ്ഥാനാർത്ഥി എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ സ്ഥാനത്തോട് ആർത്തിയുള്ളവൻ എന്നാണ് അർത്ഥം. സ്ഥാനത്തോട് ആർത്തിയുള്ളവൻ എന്ന് വെച്ചാൽ ചില പദങ്ങൾ വളരെ മനോഹരമാണ്. ആ പദങ്ങൾ, അതിന്റെ അർത്ഥങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ നാം അത്ഭുതപ്പെട്ടു പോവുകയാണ്. പ്രവാചകൻ തന്റെ കൂടെയുള്ള സ്വഹാബികളോട് പറയുകയാണ്, അല്ലയോ സ്വഹാബികള്, ഈ ആടിനെ നിങ്ങൾ ആരെങ്കിലും വില കൊടുത്തു വാങ്ങുമോ എന്ന്, ഈ ആടിനെ നിങ്ങൾ ആരെങ്കിലും വില കൊടുത്തു വാങ്ങുമോ എന്ന് ചോദിച്ചപ്പോ സ്വഹാബികൾ മറുപടി പറയുകയാണ്, ലാ വല്ലാഹ്, ഇല്ല നബിയേ, ഇല്ല. ബുദ്ധിയുള്ള മനുഷ്യന്മാര് ഈ ചത്തു മലർന്നു കിടക്കുന്ന ആടിനെ വില കൊടുത്തു വാങ്ങുകയില്ല നബിയേ, ഞങ്ങൾക്കാർക്കും ഈ ആടിനെ വേണ്ട നബിയേ എന്ന് പറഞ്ഞപ്പോ പൊന്നാര നബി തങ്ങൾ തിരിച്ചു ചോദിക്കുകയാണ്, എങ്കിൽ വെറുതെ കിട്ടിയാൽ നിങ്ങൾ സ്വീകരിക്കുമോ എന്ന്? ഓസിക്ക് കിട്ടിയാൽ ആസിഡും കഴിക്കുന്ന മനുഷ്യന്മാരുണ്ടല്ലോ, എന്നാൽ ഇത് വെറുതെ കിട്ടിയാൽ സ്വീകരിക്കുമോ എന്ന് ചോദിച്ചപ്പോ സ്വഹാബികൾ പറയുകയാണ്, ഇല്ല നബിയേ, ഇല്ല. വെറുതെ കിട്ടിയാലും ചത്തുമലർന്നു ദുർഗന്ധം വമിക്കുന്ന ഈ ആടിനെ ഞങ്ങൾക്ക് വേണ്ടെന്ന് സ്വഹാബികൾ മറുപടി പറയുകയാണ്. ആ നേരത്താണ് പുന്നാര ഭൂമേന് മനോഹരമായ വചനാമൃതങ്ങൾ പൊഴിയുന്നതോ. പുന്നാര നബിതങ്ങൾ പറയുകയാണ്, എങ്കിൽ സ്വഹാബികളെ മനസ്സിലാക്കിക്കോ, ഫവല്ലാഹ് അദ്ദുനിയാ അഹ്വനു അലല്ലാഹി മിൻ ഹാദാ അലൈക്കും. അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഈ ചത്തു മലർന്നു കിടക്കുന്ന ആടിനേക്കാളും നിസ്സാരമാണ് ദുനിയാവെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്ന് വെച്ചാൽ ദുനിയാവ് അത്രമേൽ നിസ്സാരമെന്നോ. ആ ദുനിയാവിന്റെ നിസ്സാരതയെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഈ വിഷയം ഞാനിവിടെ ചർച്ച ചെയ്യുമ്പോ ദുനിയാവിന്റെ സുഖം നമുക്ക് വേണ്ടെന്നല്ല, ദുനിയാവിനെ നാം ത്വലാഖ് ചൊല്ലണമെന്നുമല്ല. പിന്നെയോ ആ ദുനിയാവിന്റെ പിന്നാലെ കടന്നു ചെന്നിട്ട് ആർത്തിയുടെ ഭണ്ഡാരങ്ങളായി എന്തു വന്നാലും എനിക്ക് ആസ്വദിച്ച് ജീവിക്കണമെന്ന ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാൻ പാടില്ല. ഇന്ന് പുതിയ കാലഘട്ടത്തിലുള്ള പുതിയ ആൾക്കാരുടെ ചിന്ത അങ്ങനെയാണ്. എന്തു വന്നാലും എനിക്ക് സുഖിച്ച് ജീവിക്കണമെന്ന ചിന്തയാ. എന്റെ സുഖത്തിന് തടസ്സമായി നിൽക്കുന്നവൻ എന്റെ അയൽക്കാരനാണെങ്കിൽ പോലും ആ അയൽക്കാരന്റെ കഴുത്തറുക്കാൻ ഞാൻ തയ്യാറാണ്. എന്റെ സുഖത്തിന് തടസ്സമായി നിൽക്കുന്നതോ എന്റെ മാതാപിതാക്കളാണെങ്കിൽ പോലും അവരെ പുറംകാലുകൊണ്ട് ചവിട്ട് മാറ്റാൻ ഞാൻ തയ്യാറെന്ന ലാഘവത്തോടെ ചിന്തയോടെ മുന്നോട്ട് കടന്നു പോകുന്ന മനുഷ്യന്മാര് ചിന്തിക്കേണ്ടതാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ചത്തുമലർന്നു കിടക്കുന്ന ആടിനേക്കാൾ നിസ്സാരമാ ദുനിയാവെന്ന് മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാ, ആ ദുനിയാവിന്റെ നിസ്സാരതയെ മനസ്സിലാക്കിയിട്ടോ മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കളുണ്ടല്ലോ, പൂർവസൂരികളുണ്ടല്ലോ, അവർ ദുനിയാവിന്റെ പിന്നാലെ സഞ്ചരിച്ചവരല്ല, അവർ ദുനിയാവിനെ ബഹിഷ്കരിച്ചവരാണ്. ഇന്ന ലില്ലാഹി ഇബാദൻ ഫുതനാ ഫുതനാ തല്ലഖുദ് ദുനിയാ വഖാഫുൽ ഫിതനാ ഫിതനാ. തീർച്ചയായും അള്ളാഹുവിന് ചില നല്ല അടിമകളുണ്ടോ, അവർ ദുനിയാവിനെ ത്വലാഖ് ചൊല്ലിയവരാ, അവർ ദുനിയാവിനെ ബഹിഷ്കരിച്ചവരാ, അവർ ദുനിയാവിന്റെ പളപളപ്പിൽ മയങ്ങിക്കിടക്കാത്തവരാ എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെക്കുകയാണ്. അങ്ങനെയുള്ള ചില മഹാന്മാർ ഉണ്ട് എന്ന് ആ മഹാന്മാർ ഈ കാലഘട്ടത്തിലുമുണ്ടല്ലോ. നമ്മുടെ കൺമുന്നിലൂടെ ജീവിച്ചു പോയ എത്രയോ മഹാന്മാർ, അതുപോലെ മഹാന്മാരായ സ്വഹാബികളോ, അവരുടെ ജീവിത ചരിത്ര ചിത്രങ്ങൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ സാത്വിക ജീവിതം നയിച്ചവരാണ്. അതേ ദുനിയാവിനോട് വലിയ ബന്ധമില്ലാതെ ജീവിച്ചവരാ, അവരിൽപ്പെട്ടവരാണ്. ഇസ്ലാമിന്റെ രണ്ടാമത്തെ റിപ്പബ്ലിക് നായകനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആരാ ഉമർ എന്നറിയോ? ആരാണ് ഉമർ എന്നറിയോ? ഉമർ വരുന്നുണ്ടെന്നറിഞ്ഞാൽ ആ 7-ാം നൂറ്റാണ്ടിന്റെ മധ്യകാലഘട്ടത്തിലെ കരയുന്ന കുട്ടികൾ കരച്ചിൽ നിർത്തുമായിരുന്നു. ഉമർ വരുന്നുണ്ടെന്നറിഞ്ഞാൽ അവിടുത്തെ സ്ത്രീകൾ ഓടിമറയുമായിരുന്നു. ഉമർ വരുന്നുണ്ടെന്നറിഞ്ഞാൽ ഏതൊരു ധീരന്റെയും ഇടനെഞ്ചൊന്നു പതറുമായിരുന്നു. അത്രയും ധീരനും വീരനും വില്ലാളി വീരനും വീരശൂര പരാക്രമിയുമായ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന്റെ മുമ്പ് അടിച്ചുപൊളി സംസ്കാരത്തിന്റെ ഉടമയാ, ദുനിയാവിൽ സുഖിച്ച് ജീവിക്കണമെന്ന് ചിന്തിച്ചവരാ. പക്ഷേ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോ പിന്നീടുള്ള ജീവിതം എങ്ങനെയാ കേൾക്കണോ എന്റെ പ്രിയപ്പെട്ടവരെ? ഒരു ദിവസം, ആ വെള്ളിയാഴ്ച ദിവസം ജുമാ നമസ്കാരത്തിന് ഇമാമ നിൽക്കേണ്ടത് അന്നത്തെ ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവാണ്. പക്ഷേ ഒരുപാട് സമയമായി ഉമർ വരുന്നത് കാണുന്നില്ല. ഖുതുബ നിർവഹിക്കാനുള്ള സമയമായി, പക്ഷേ ഉമറിനെ കാണുന്നില്ല. ഒരുപാട് സമയം ഉമറിന് വേണ്ടി കാത്തിരിക്കുകയാണ്. കുറെ കഴിഞ്ഞപ്പോ പള്ളിയിലേക്ക് ജുമാ നമസ്കാരത്തിന് ഇമാമ നിൽക്കാൻ അതാ ഉമർ ഓടി വരുന്നു. ആ ഉമറിന്റെ ഓടിവരവ് കണ്ടപ്പോ സ്വഹാബികൾ ചോദിക്കുകയാണല്ല, അമീറുൽ മുഅ്മിനീൻ, അങ്ങന്തേ താമസിച്ചു പോയത്? എത്ര സമയമാ ഞങ്ങൾ കാത്തു നിൽക്കുന്നത്? എന്തേ താമസിച്ചു പോയത് എന്ന് ചോദിച്ചപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മറുപടി പറയുകയാണ്, സ്വഹാബികളെ, എന്റെ വസ്ത്രം ഞാൻ അലക്കിയിരുന്നു, അത് ഉണങ്ങാൻ താമസിച്ചത് കൊണ്ടാണ്. എന്ന് വെച്ചാൽ ഉടുതുണിക്ക് മറുതുണി പോലുമില്ല, ഒരൊറ്റ വസ്ത്രം മാത്രമേ ഉമർ റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായിരുന്നുള്ളൂ. അത് ഉണങ്ങാൻ താമസിച്ചതിന്റെ പേരിലാ ഞാൻ ഇവിടേക്ക് വരാൻ വൈകിയത് എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മറുപടി പറയുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ചിന്തിച്ചു നോക്കൂ, ഈ ദുനിയാവ് വില കൊടുത്ത് വാങ്ങാനുള്ള സമ്പാദ്യം തന്റെ കീഴിലുണ്ടായിരുന്നിട്ട് പോലും ഉടുതുണിക്ക് മറുതുണി പോലും ഇല്ലാതെ ജീവിച്ചവരല്ലേ? അതുപോലെ സാത്വിക ജീവിതം നയിച്ചവര് ദുനിയാവിലെല്ലാം സമ്പാദിച്ചു വെക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നിട്ട് പോലും ആ സമ്പാദ്യങ്ങളുടെ പിന്നാലെ കടന്നു പോകാതെ ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നുപോയ സ്വഹാബികളും സ്വഹാബി വനിതകളും അവരുടെ ചിത്രങ്ങൾ നമ്മുടെ മനോവിദ്യയിലേക്ക് കടന്നു വരികയാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഫാത്തിമ ബീവിയുടെ ഒരു കഥ പറഞ്ഞു തരാം. അതിനു മുമ്പ് ഒരുപാട് സഹോദരിമാര് മുന്നിൽ ഒരുപാട് സീറ്റ് ഒഴിവുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, മുന്നിലേക്ക് കയറിയിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഫാത്തിമ ബീവിയുടെ കഥ കേൾക്കണം. അഥവാ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ രോഗിയായി വീട്ടിൽ കിടക്കുകയാണ്. ഈ വിവരം റസൂലുള്ള അറിയുകയാണ്. ആ പിതാവായ മുഹമ്മദ് മുസ്തഫ
മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ മകളായ ഫാത്തിമ ബീവി പനി പിടിച്ച് കിടക്കുകയാണെന്ന വിവരമറിഞ്ഞപ്പോ ഒരു സ്വഹാബിയെയും കൂട്ടിയിട്ട് ഫാത്തിമയെ കാണാൻ വേണ്ടി വരികയാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ശബ്ദം നന്നായി ശ്രവിക്കണം, ഈ വിഷയത്തിന് നന്നായിട്ട് കാതോർക്കണം, എന്നിട്ട് ആലോചിക്കണം നമ്മളും നമ്മുടെ ദുനിയാവും തമ്മിലുള്ള ബന്ധം എത്രയാണെന്ന്. മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ രോഗിയായി വീട്ടിൽ കിടക്കുകയാണ്. റസൂലുള്ളാഹി ആ രോഗിയായ ഫാത്തിമയെ സന്ദർശിക്കാൻ വേണ്ടി ഒരു സ്വഹാബിയെയും കൂടെ കൂട്ടിയിട്ട് വരികയാണ്. അങ്ങനെ ഫാത്തിമ ബീവിയുടെ ആ വീടിന്റെ അടച്ചിട്ട വാതിലിന്റെ മുന്നിലെത്തിയപ്പോ പുന്നാര നബി തങ്ങൾ വാതിൽ മുട്ടുന്നു. അകത്ത് പനിച്ചു പുതപ്പ് കൊണ്ട് മൂടിക്കിടക്കുന്ന ഫാത്തിമ ബീവി വിളിച്ചു ചോദിക്കുകയാ, ആരാ വാതിൽ മുട്ടുന്നത് എന്ന്. റസൂലുള്ളാഹി പറയുകയാണ്, മോളെ ഫാത്തിമ, ഇത് നിന്റെ പിതാവാണ് മോളെ, ഞാൻ അകത്തേക്ക് കടന്നു വരട്ടെയോ മോളെ എന്ന് റസൂലുള്ളാഹി വിളിച്ചു ചോദിച്ചപ്പോ ഫാത്തിമ ബീവി പറയുകയാണ്, നബിയേ, എന്റെ വീട്ടിലേക്ക് കടന്നു വരാൻ അങ്ങേക്ക് സമ്മതത്തിന്റെ ആവശ്യം വേണോ? മർഹബൻ അഹ്ലൻ വസഹ്ലാ, അങ്ങേക്ക് സ്വാഗതം എന്ന് പറഞ്ഞപ്പോ പുന്നാര നബി തങ്ങൾ പറയുകയാണ്, മോളെ ഫാത്തിമ, ഞാൻ തനിച്ചല്ല, എന്റെ കൂടെ വേറൊരു സ്വഹാബിയുമുണ്ടെന്നോ, എന്റെ കൂടെ വേറൊരു സ്വഹാബിയുമുണ്ടെന്ന് റസൂലുള്ളാഹി പറഞ്ഞപ്പോ ഫാത്തിമ ബീബി വിളിച്ചു പറയുകയാ, എങ്കിലും വാപ്പാ വാതിൽ തുറക്കല്ല നബിയേ, കാരണം ഈ ഫാത്തിമ എന്ന മോള് ഞാൻ ഈ പുതച്ച കമ്പിളി പുതപ്പല്ലാതെ വേറൊരു വസ്ത്രവും എന്റെ ശരീരത്തിലില്ല നബിയേ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ കേൾക്കൂ, എന്റെ ശരീരത്തിൽ ഞാൻ പുതച്ച കമ്പിളി പുതപ്പല്ലാതെ വേറൊരു വസ്ത്രവുമില്ല എന്ന് പറയുന്നതാരാണ്? സ്വർഗ സ്ത്രീകളുടെ നേതാവല്ലേ, പുന്നാര നബി തങ്ങളുടെ കരളിന്റെ കഷ്ണമായ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയാ പറയണത്, ഈ പുതച്ച കമ്പിളി പുതപ്പല്ലാതെ വേറൊരു വസ്ത്രവുമില്ല നബിയേ. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ഇന്ന് നിനക്കെത്ര വസ്ത്രമുണ്ടെന്നതിന്റെ എണ്ണം നിനക്കറിയോ? ഇന്ന് നിനക്കെത്ര മാക്സി ഉണ്ടെന്നതിന്റെ എണ്ണം പറയാൻ നിനക്ക് കഴിയോ? ഇന്നിന്റെ വീട്ടിൽ നിനക്ക് വേണ്ടി ഒരുക്കി വെച്ച വസ്ത്രങ്ങളുടെ എണ്ണം എത്രയാ പറയാൻ നിനക്ക് കഴിയോ? എന്നാൽ ഫാത്തിമ ബീവി പറയുകയാണ്, ഞാൻ ഈ പുതച്ച കമ്പിളി പുതപ്പല്ലാതെ വേറൊരു വസ്ത്രവുമില്ല നബിയേ. ഇത് കേട്ടപ്പോൾ ആ പിതാവായ റസൂലുള്ളാഹിന്റെ മനസ്സത്ര വേദനിച്ചിട്ടുണ്ടാകും. അല്ലെങ്കിൽ തന്നെ പൂ പോലെ മൃദുലമായ മാനസത്തിന്റെ ഉടമയാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. ആ പ്രവാചകനോടാ പറയണത്, ഞാൻ വസ്ത്രമില്ലാതെ വിഷമിക്കുകയാണ് എന്ന്. പക്ഷേ എന്റെ പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബിയോട് പറയുകയാ, നീയൊന്ന് പുറത്തിരിക്ക്, ഞാൻ എന്റെ മകളെ ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്ന്. എന്നിട്ട് റസൂലുള്ളാഹി മാത്രമായി ആ അടച്ചിട്ട വാതിലങ്ങ് തുറന്നിട്ടകത്തേക്ക് കടന്നു പോവുകയാ. ആ പനിച്ചു പുതപ്പ് കൊണ്ട് മൂടിക്കിടക്കുന്ന ഫാത്തിമാന്റെ അരികെ ചെന്നിരുന്നിട്ട് പുന്നാര നബി തങ്ങൾ ചോദിക്കുകയാണ്, മോളെ ഫാത്തിമ, നിനക്ക് വിഷമമായോ മോളെ? നിനക്ക് പ്രയാസമായോ മോളെ? അന്നേരം ഫാത്തിമ ബീവി പറയുകയാണ്, എനിക്ക് വിഷമമൊന്നുമില്ല വാപ്പാ, എനിക്ക് പ്രയാസമൊന്നുമില്ല വാപ്പാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര് ചിന്തിക്കണേ, ഏതെങ്കിലും ഒരു പെരുന്നാളിന് നിനക്ക് എടുത്തു തന്ന വസ്ത്രത്തിന് കളർ പോരാഞ്ഞിട്ടോ, നിന്റെ സെലക്ഷൻ പോരാഞ്ഞിട്ടോ, നിനക്ക് ഇഷ്ടമില്ലാത്ത വസ്ത്രമായതിന്റെ പേരിലോ നിന്റെ ഭർത്താവിനോട് നീ കയർത്ത് സംസാരിച്ചിട്ടില്ലേ? നിന്റെ പിതാവ് നിന്റെ പെരുന്നാളിന് അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് വസ്ത്രം എടുത്തു തന്നപ്പോ ആ വസ്ത്രത്തിന് സൈസ് കുറഞ്ഞതിന്റെ പേരിലോ, ആ വസ്ത്രത്തിന് നിനക്ക് തൃപ്തി കുറഞ്ഞതിന്റെ പേരിലോ ആ പിതാവിനോട് നീ ദേഷ്യപ്പെട്ടിട്ടില്ലേ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ചിന്തിക്കോ. ഫാത്തിമ ബീബി പറയുകയാണ്, നബിയേ, എനിക്ക് വസ്ത്രമില്ലാത്തതിന്റെ പേരിൽ സങ്കടമൊന്നുമില്ല.
എങ്കിലും ചെറിയൊരു വിഷമം എന്താണ്? ഫാത്തിമ ബീവി സങ്കടത്തോടെ പറയുകയാണ്, വാപ്പാ എന്റെ ചെറിയൊരു വിഷമം എന്താണെന്നറിയോ? ഞാനിന്ന് നേരം വെളുത്തിട്ട് ഒന്നും തിന്നിട്ടില്ല നബിയേ. ഇതാരാ പറയുന്നത്? ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ്. ഞാനിന്ന് നേരം വെളുത്തിട്ടൊന്നും തിന്നിട്ടില്ല നബിയേ എന്ന്. ഇത് കേൾക്കുമ്പോൾ ഒരു പിതാവായ ആ റസൂലുള്ളാഹിന്റെ മനസ്സത്ര സങ്കടപ്പെട്ടിട്ടുണ്ടാകും. ആ സമയത്ത് റസൂലുള്ള പറയുകയാണ്, സാരമില്ല മോളെ, നീ സങ്കടം പറയല്ല മോളെ, നീ പരാതി പറയല്ല മോളെ, നീ നാളെ സ്വർഗ സ്ത്രീകളുടെ നേതാവാ, അതുകൊണ്ട് പരാതി പറയല്ല. എന്നിട്ട് ആശ്വസിപ്പിക്കാൻ വേണ്ടി റസൂലുള്ള സത്യം തുറന്നു പറയുകയാണ്, മോളെ ഫാത്തിമ, നീ ഇന്ന് നേരം വെളുത്തിട്ടല്ലേ ഭക്ഷണം കഴിക്കാത്തത്? എന്നാൽ നിന്റെ പിതാവായ ഞാനുണ്ടല്ലോ, ഇന്നേക്കും 3 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട്, ഇന്നേക്കും 3 ദിവസമായി ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് മോളെ, 3 ദിവസമായി ഞാനും പട്ടിണിയാണ് മോളെ, അതുകൊണ്ട് ആരോടും പരാതി പറയല്ല മോളെ. ഇതാരാ പറയണം? ഞങ്ങളുടെ ചങ്കിലെ ചോരയായ ത്വഹ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ പ്രവാചകന് ദുനിയാവിൽ ഒരുപാട് കഷ്ടനഷ്ട യാതന വേദന മർദന ദണ്ഡന താണ്ഡന പീഡനങ്ങൾ അനുഭവിച്ചവരാ, ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചവര്. എത്രത്തോളം കേൾക്കണോ നമുക്ക്? ആ റസൂലുള്ളാഹിന്റെ കഷ്ടപ്പാടിന്റെ കഥകൾ കേൾക്കുമ്പോ പിന്നെ ഇല്ലാ പാട്ട് പാടാൻ നമുക്ക് കഴിയൂല. ഇല്ലായ്മയുടെയും വല്ലായ്മയുടെയും കഥ പറഞ്ഞിട്ടോ നിന്റെ കുടുംബക്കാരെ പ്രയാസപ്പെടുത്താൻ നിനക്ക് കഴിയൂല. മഹാനായ മുഹമ്മദ് മുസ്തഫ ഉറക്കപ്പറ. ഇത്രയും കേട്ടിട്ട് റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോ സ്വലാത്ത് ചൊല്ലാൻ എന്തിനാ മടി കാണിക്കുന്നത്? ത്വഹ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സങ്കടത്തിന്റെ കഥ കേൾക്കണം എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോ. ആ പ്രവാചകനെ കേൾക്കുമ്പോൾ തന്നെ മനസ്സ് വല്ലാതെ തുടിതുടിക്കുകയാ, വല്ലാതെ ഹർഷപുളകിതമാവുകയാ. എന്നാൽ ഖന്ദഖിന്റെ സമയത്തൊരു സംഭവം നടന്നിട്ടുണ്ടോ? ഖന്ദഖിന്റെ കിടങ്ങ് ഒഴിക്കുകയാണ്. ഖന്ദഖിന്റെ കിടങ്ങെന്ന് പറഞ്ഞാൽ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വലിയൊരു കുഴി കുഴിക്കുകയാണ്. ഖന്ദഖിന്റെ കിടങ്ങ് എന്ന ചരിത്രത്തിൽ അറിയപ്പെട്ട വലിയൊരു സംഭവമാണ്. വലിയ കുഴി കുഴിക്കുകയാണ്. ശത്രുക്കൾ കുതിരപ്പുറത്തുനിന്ന് കടന്നു വരുമ്പോ ആ കുതിരകൾക്ക് കടന്നു വരാൻ കഴിയാത്ത വിധത്തിലോ വലിയ കുഴി കുഴിച്ചുകൊണ്ടിരിക്കുന്നു. ആരാ കുഴിക്കുന്നത്? സ്വഹാബികളാണ്. പ്രിയപ്പെട്ട പ്രവാചകന്റെ വാക്കനുസരിച്ചുകൊണ്ട് ഒട്ടിയ വയറുമായിട്ട് സ്വഹാബികൾ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. വിശന്നു വലഞ്ഞ വയറാണ്, ദാഹിച്ചവശരായി വിശന്നു വലഞ്ഞുകൊണ്ടാ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വയറ്റിലൊന്നുമില്ലാത്തത് കാരണം സ്വഹാബികൾക്ക് നേരെ എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയുന്നില്ല. അപ്പോൾ സ്വഹാബികൾ എന്താ ചെയ്തത്? ഓരോ കല്ലെടുത്തു കൊണ്ടുവന്നിട്ട് വയറ്റിൽ വെച്ച് കിട്ടുന്നു. ഓരോ കല്ലെടുത്തു കൊണ്ടുവന്ന് വയറ്റിൽ വെച്ച് കെട്ടിയിട്ടാ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ പല സ്വഹാബികളും വിശപ്പ് താങ്ങാൻ കഴിയാതെ തളർന്നു വീഴുന്നു. ഒടുക്കം സ്വഹാബികൾ കൂട്ടത്തോടെ പരാതി പറയാനില്ല ഹദ്റത്ത് റസൂലുള്ളാഹിന്റെ അരികിലേക്ക് കടന്നു വരികയാ. പുന്നാര നബി തങ്ങളുടെ അരികിലെത്തിയപ്പോ സ്വഹാബികളെല്ലാവരും അവരുടെ കുപ്പായം അങ്ങ് ഉയർത്തി കാണിച്ചു കൊടുക്കുന്നു. ആ കാഴ്ച കണ്ടപ്പോൾ റസൂലുള്ളാഹിക്ക് വല്ലാത്ത സങ്കടമായി. കാരണം പാവപ്പെട്ട സ്വഹാബികൾ വിശപ്പ് സഹിക്കാൻ കഴിയാതെ വയറ്റിൽ കല്ല് വെച്ച് കെട്ടിയിട്ടാ പണിയെടുക്കുന്നത്. റസൂലുള്ളാഹിക്ക് വല്ലാത്ത സങ്കടമായി. സ്വഹാബികൾ പരാതി പറയുകയാണ്, നബിയേ വിശപ്പ് സഹിക്കാൻ കഴിയുന്നില്ല നബിയേ. ആ
ആശ്വസിപ്പിക്കാൻ റസൂലുള്ളാഹിക്ക് വാക്കുകളില്ല. അവസാനം റസൂലുള്ള എന്താ ചെയ്തതെന്നറിയോ? സ്വഹാബികളൊക്കെ നോക്കി നിൽക്കുമ്പോ പുന്നാര നബി തങ്ങൾ തന്റെ കുപ്പായം അങ്ങ് ഉയർത്തി കാണിച്ചു കൊടുക്കുന്നു. ആ കാഴ്ച കണ്ട സ്വഹാബികൾ പൊട്ടിക്കരയാൻ തുടങ്ങി. എന്തേ കാരണം? സ്വഹാബികളൊക്കെ വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഓരോ കല്ലാണ് വയറ്റിൽ വെച്ച് കിട്ടിയതെങ്കില് പുന്നാര നബി തങ്ങൾ വിശപ്പ് സഹിക്കാൻ കഴിയാതെ രണ്ടു കല്ല വയറ്റിൽ വെച്ച് കിട്ടിയത്. ആ കാഴ്ച കണ്ട സ്വഹാബികൾ പൊട്ടിക്കരഞ്ഞ് തിരിഞ്ഞു നടക്കുകയാണ്. അയ്യോ, ഈ നബിയോടാണോ പരാതി പറയാൻ വന്നത് എന്ന ആ ചിന്തയോടെ സ്വഹാബികൾ തിരിച്ചു പോയില്ലേ? ഒരുപാട് കഷ്ടപ്പാടുകൾ ആ റസൂലുള്ള അനുഭവിച്ചത്. ദുനിയാവില് സുഖിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലോ ഈ ദുനിയാവിൽ സുഖിക്കാനുള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാം പുറങ്കാലുകൊണ്ട് അറബിക്കടലിന്റെ അലമാലകളിലേക്ക് വലിച്ചെറിയുകയാണ്. ദുനിയാവിന്റെ സുഖം എനിക്ക് വേണ്ട, ദുനിയാവിന്റെ താല്പര്യം എനിക്ക് വേണ്ട. അതേ പാതയാണ് സ്വഹാബികളുടെ ജീവിതത്തിലുമുള്ളതോ. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വലിയ പണക്കാരനാ, മുതലാളിയാ. പക്ഷെ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോ പച്ച മിസ്കീനായും അറിയില്ലേ? ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സംഭവം പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന് ദുനിയാവിനോട് താല്പര്യമില്ല. ദുനിയാവിന്റെ പുറങ്കാലുകൊണ്ട് ചവിട്ടി മാറ്റിയവരാണ് ലോകത്തിന്റെ നായകനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിവരിക്കുന്ന ഒരു സംഭവമുണ്ടോ? അഥവാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ ഖലീഫയായി, ഒന്നാം ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭക്ഷണം വിശന്നപ്പോ ദാഹിച്ചപ്പോ കുടിക്കാൻ വല്ലതും തരുമോ എന്ന് ചോദിച്ചു. അന്നേരം സ്വഹാബികളിൽ ഒരാൾ കുടിക്കാൻ വേണ്ടി വെള്ളം കൊണ്ടു കൊടുക്കുകയാണ്. തേൻ ചാലിച്ച പച്ചവെള്ളമാണ്, തേനൊഴിച്ച പച്ചവെള്ളമാ കുടിക്കാൻ കൊടുക്കുന്നത്. തേനൊഴിച്ച പച്ചവെള്ളം തേനൊഴിച്ച പച്ചവെള്ളമാ കൊടുക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ ഈ വിഷയം പറയാൻ ധാർമ്മികമായ അവകാശമൊന്നും എനിക്കില്ല. പക്ഷെ ഒരുപാട് പറയുമ്പോ അള്ളാഹു നമ്മളെയും നന്നാക്കുമല്ലോ. അള്ളാഹു നന്നാക്കട്ടെ. തേൻ കലക്കിയ പച്ചവെള്ളം കൊടുക്കുകയാണ്. ആ തേൻ കലക്കിയ പച്ചവെള്ളം കണ്ടപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങി. വല്ലാതെ കരയുകയാണ്. കുഞ്ഞുമക്കള് വാവിട്ട് കരയുന്നത് പോലെ കരയുകയാണ്. ആ നേരത്ത് കൂടെയുള്ളവർ ചോദിക്കുകയാണ്, യാ അമീറൽ മുഅ്മിനീൻ, അല്ലയോ ഖലീഫ, നിങ്ങൾ എന്തിനാ കരയണത്? നിങ്ങൾ എന്തിനാ കരയണതെന്ന് ചോദിച്ചപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഈ തേൻ കലക്കിയ വെള്ളം കണ്ടപ്പോ എനിക്ക് റസൂലുള്ളാഹിന്റെ ഒരു സംഭവം ഓർമ്മ വന്നു. അഥവാ നബി തങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയത്തോ ആ റസൂലുള്ളാഹിന്റെ അരികിലേക്ക് ഞാൻ പോയി. ആ സമയത്ത് റസൂലുള്ളാഹ് ആരെയോ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ച് കൈകൊണ്ട് ആംഗ്യം കാണിച്ച് പറയുന്നുണ്ട്, ഇലൈക അന്നി, ഇലൈക അന്നി, ഇലൈക അന്നി, ദൂരെ പോ, ദൂരെ പോ, ദൂരെ പോ എന്ന് റസൂലുള്ളാഹ് ഇങ്ങനെ കൈകൊണ്ട് ആംഗ്യം കാണിച്ച് പറയുന്നുണ്ട്. പക്ഷെ അവിടെ ആരെയും കാണുന്നുമില്ല. ആ നേരത്ത് ഞാൻ നബിയോട് ചോദിച്ചു, നബിയേ, ആരോടാണ് ദൂരെ പോ എന്ന് പറയണത്? ആരെയും കാണുന്നില്ലല്ലോ നബിയേ എന്ന്. ആ നേരത്ത് നബി തങ്ങൾ പറയുകയാണ്, ആ നബി തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവോട് പറയുകയാണ്, സിദ്ദീഖേ, ഈ നേരത്തോ എന്റെ അരികിലേക്ക് ദുനിയാവ് വന്നിരുന്നു. ദുനിയാവ് മനോഹരമായ ശരീരവുമായി എന്റെ അരികിലേക്ക് വന്നിരുന്നു. ആ ദുനിയാവിനോടാണ് ഞാൻ ദൂരെ പോയെന്ന് പറഞ്ഞത്. പക്ഷേ ആ ദുനിയാവ് പോകുമ്പോ ആ ദുനിയാവിനോട് എന്താ
പറഞ്ഞതെന്നറിയോ? നബിയെ, നിങ്ങൾ എന്നെ ആട്ടിപ്പായിച്ചാലും അങ്ങയുടെ കാലശേഷം ഒരു ജനവിഭാഗം കടന്നു വരാനുണ്ട്. അവര് ദുനിയാവാകുന്ന എന്നെ പ്രണയിക്കുന്നവരാ, അവര് ദുനിയാവാകുന്ന എന്നെ മാറോട് ചേർത്ത് വെക്കുന്നവരാ, അവര് ദുനിയാവാകുന്ന എനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവരാ. എന്റെ പിന്നാലെ വരുന്ന ഒരു വിഭാഗം അങ്ങേക്ക് ശേഷം വരാനുണ്ട് എന്ന് ഈ ദുനിയാവ് എന്നോട് പറഞ്ഞു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ. എന്നിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ സ്വഹാബികളോട് പറയുന്നു, ആ ദുനിയാവ് അങ്ങനെ പറഞ്ഞല്ലോ, ദുനിയാവിന്റെ പിന്നാലെ പോകുന്ന ആളുകൾ വരാനുണ്ട് എന്ന്. ആ ആളുകളുടെ കൂട്ടത്തിൽ ഞാനും പെട്ടുപോയോ? പച്ചവെള്ളം കുടിച്ചാലും എന്റെ ദാഹം തീരുമായിരുന്നു, എന്നിട്ടും ഞാൻ തേൻ കലക്കിയില്ലേ? തേനൊഴിച്ച വെള്ളമല്ലേ ഞാൻ കുടിക്കുന്നത്? ഈ ദുനിയാവിന്റെ പിറകെ പോയവരുടെ കൂട്ടത്തില് ഞാനും പെട്ടുപോയോ എന്ന് ചിന്തിച്ചുകൊണ്ടാ ഞാൻ കരയുന്നത് എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാ. ഇതേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായതിന് ശേഷം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോ നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ കൊണ്ടു മുന്നിലങ്ങ് വിരിച്ചു കൊടുക്കുകയാ. അത് കണ്ടപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു സങ്കടപ്പെടുകയാ. കൂടെയുള്ളവർ ചോദിക്കുകയാ, എന്തിനാ സങ്കടപ്പെടുന്നത്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറുപടി പറയുകയാണ്, നമ്മൾ അല്ലാഹുവിന് വേണ്ടി ഒരുപാട് ഇബാദത്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ ചെയ്ത നന്മയുടെ പ്രതിഫലം ദുനിയാവിൽ നിന്ന് തന്നെ തന്ന് അല്ലാഹു നമ്മെ ദുനിയാവിൽ നിന്ന് തന്നു തീർക്കുകയാണോ? ദുനിയാവിൽ നിന്ന് തന്നെ സുഖങ്ങൾ തന്നിട്ട് ചെയ്ത നന്മകളുടെ പ്രതിഫലം തന്നു തീർക്കുകയാണോ എന്ന് ചിന്തിച്ചുകൊണ്ട് കരഞ്ഞവരാ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ്. അങ്ങനെയൊക്കെ ചിന്തിച്ചത് കൊണ്ടായിരിക്കുമല്ലോ അവർ സ്വർഗത്തിലേക്ക് പാറി പറന്നു പോയത് അല്ലേ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം സ്വഹാബികളോട് പറഞ്ഞു, സ്വഹാബികളെ, നാളെ പരലോകത്തെ മീസാൻ എന്ന ത്രാസിൽ നന്മതിന്മകൾ തൂക്കുമല്ലോ, എന്നിട്ട് നന്മതിന്മകൾ രേഖപ്പെടുത്തിയ ഏടുകൾ വാങ്ങുമല്ലോ ജനങ്ങള്. നല്ല മനുഷ്യന്മാര് വലത്തെ കൈകൊണ്ടും ചീത്ത മനുഷ്യന്മാര് ഇടത്തെ കൈകൊണ്ടും ഏടുകൾ വാങ്ങുമല്ലോ. എന്നാൽ ഏടുകൾ വലത്തെ കൈകൊണ്ട് വാങ്ങുന്ന നല്ല മനുഷ്യന്മാരുടെ കൂട്ടത്തില് ആദ്യത്തെ ആളാരാണെന്നറിയോ? അത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവാൻ. പറഞ്ഞത് ഏട് വലത്തെ കൈകൊണ്ട് വാങ്ങുന്നവരിൽ ആദ്യത്തെ ആള് അത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവാണ് എന്ന് റസൂലുള്ളാഹി പറയുകയാ. ഇത് കേട്ടപ്പോ സ്വഹാബികൾ ചോദിക്കുകയാണ്, അപ്പൊ നബിയേ, അബൂബക്കർ സിദ്ദീഖോ ഉമറാണല്ലോ ആദ്യം ഏട് വാങ്ങി സ്വർഗത്തിൽ പോന്ന ആള്, അപ്പൊ സിദ്ദീഖോ? സ്വഹാബികൾ സംശയം ചോദിച്ചതാണ്. അപ്പൊ റസൂലുള്ളാഹി പറയുകയാണ്, സിദ്ദീഖ് ഏട് വാങ്ങാൻ കാത്തു നിൽക്കുകയോ? സിദ്ദീഖ് വിചാരണക്ക് കാത്തു നിൽക്കുകയോ? ഇല്ല ഇല്ല, വിചാരണയില്ലാതെ അബൂബക്കർ സിദ്ദീഖ് സ്വർഗത്തിലേക്ക് പാറിപ്പറന്നു പോകുമെന്ന് മുത്തൊളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, ഈ ദുനിയാവിന്റെ വളവളപ്പിൽ മയങ്ങിക്കിടക്കാത്തത് കൊണ്ടാണല്ലോ ആ സ്വർഗത്തിലേക്ക് പാറിപ്പറന്നു പോകാൻ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് സാധ്യമായത്. എന്റെ പ്രിയപ്പെട്ടവരെ, 1000 വട്ടം ആലോചിക്കേണ്ടതാണ്. ഞാൻ ദുനിയാവിന്റെ സുഖത്തിന്റെ പിന്നാലെയാണോ സഞ്ചരിക്കുന്നത് എന്ന്? ദുനിയാവിൽ സുഖം വേണ്ടെന്നല്ല ഈ പറഞ്ഞത്. ദുനിയാവിൽ നമുക്ക് സുഖം വേണം, ദുനിയാവിൽ സമ്പത്ത് വേണം, എല്ലാം വേണം. പക്ഷേ ആർത്തി പാടില്ല, അത്യാർത്തി പാടില്ല, അത്യാഗ്രഹം പാടില്ല. സമ്പത്തിന്റെ പിന്നാലെ പോയിട്ട് പടച്ചോനെ മറക്കല്ല. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ഈ ദുനിയാ
ദുനിയാവിന്റെ സുഖത്തിന്റെ പിന്നാലെ സഞ്ചരിച്ചുകൊണ്ടോ അഖിലാണ്ട മണ്ഡലങ്ങളുടെ അധിപനായ രാജാതിരാജനായ പടച്ച തമ്പുരാനെ മറന്നു പോകുന്ന ദുരവസ്ഥ നിന്റെ ജീവിതത്തിൽ വരാൻ പാടില്ല. പക്ഷേ ദുനിയാവിന്റെ ചെറിയ സുഖത്തിന് വേണ്ടി പോലും പടച്ചോനെ മറക്കുന്നവർ ഈ സദസ്സിലില്ലേ? ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ ഉണ്ടെന്ന് ചിലപ്പോൾ നിങ്ങളുടെ മനസ്സ് പറയും. അഥവാ നീ ഒരു കല്യാണത്തിന് പോയാൽ രാവിലെ 10 മണിക്കാ കല്യാണത്തിന് പോകുന്നതെങ്കിലോ വൈകുന്നേരം 4 മണിക്കാ കല്യാണം കഴിഞ്ഞ് തിരിച്ചു വരുന്നതെങ്കിലോ അന്നത്തെ ളുഹർ നീ നിസ്കരിച്ചോ? ഇല്ല ഇല്ല. കല്യാണത്തിന്റെ പേര് പറഞ്ഞിട്ടോ ഫർള് നമസ്കാരമായ ളുഹർ പോലും ഖളാ ആക്കാൻ നീ തയ്യാറാകുന്നുണ്ടെങ്കിൽ ദുനിയാവിലെ ചെറിയ സുഖത്തിന് വേണ്ടിയാണല്ലോ അള്ളാഹുവിന്റെ താല്പര്യത്തെ നീ പുറങ്കാലുകൊണ്ട് ചവിട്ടി മാറ്റുന്നത്. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നിന്റെ വീട്ടിൽ ഒരു സൽക്കാരം ഉണ്ടായി കഴിഞ്ഞാൽ, നിന്റെ വീട്ടിൽ വിരുന്നുകാര് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഭക്ഷണം ഒരുക്കുന്ന തിരക്കിനിടയിൽ പലപ്പോഴും നമസ്കാരം ഖളാ അല്ലേ? കൊട്ടാര സമാനമായ നിന്റെ വീട് വൃത്തിയാക്കുന്നതിന്റെ പേര് പറഞ്ഞുകൊണ്ട് നിസ്കാരം കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് എത്രയോ നമസ്കാരങ്ങൾ നമ്മൾ ഖളാ ആക്കാറുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, അത് തന്നെയാ ഞാൻ പറഞ്ഞത്. ദുനിയാവിന്റെ താല്പര്യത്തിന് വേണ്ടി, ദുനിയാവിന്റെ നേരിയ സുഖത്തിന് വേണ്ടി പടച്ചോന്റെ താല്പര്യത്തെ പരിഗണിക്കുന്നില്ല. നിസ്കാരത്തിന്റെ കാര്യത്തിൽ പോലും ശ്രദ്ധ കാണിക്കുന്നില്ല. അങ്ങനെയുള്ളവർ ഈ കൂട്ടത്തിലുണ്ടെങ്കിലോ എന്റെ പ്രിയപ്പെട്ടവര് സംഭവം പറഞ്ഞു തരാം, അത്ഭുതപ്പെട്ടു പോകും. ഈ സദസ്സിൽ സുബഹി ഖളാ ആക്കുന്നവരുണ്ടല്ലോ. ഇന്ന് തന്നെ നീ എത്ര മണിക്കാ സുബഹി നിസ്കരിച്ചത്? എത്ര മണിക്കാ നിസ്കരിച്ചിട്ടില്ലേ? അതിരാവിലെ 9 മണിക്ക് അല്ലെ? എത്ര മണിക്കാ സുബഹി നിസ്കരിച്ചത്? നിസ്കാരം ഖളായിട്ടുണ്ടല്ലോ. കേട്ടോ, ഞാനൊരു വിഷയം പറയുകയാണ്. ഇത് കേട്ടുകഴിഞ്ഞാൽ മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഒരിക്കലും ഫർള് നിസ്കാരം ഖളാക്കുകയില്ല. നമ്മുടെ ഈ പ്രവർത്തകരോ CMA-യുടെ യുവാക്കളോ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഈ പരിപാടി കേട്ടതിന് ശേഷം നമ്മുടെ പ്രവർത്തകരും ഈ പ്രവർത്തകരെ സംഘടിപ്പിച്ച ഈ പരിപാടിക്ക് കാതോർക്കുന്ന ഈ ജനങ്ങളും ആണുങ്ങളും പെണ്ണുങ്ങളും ഇന്ന് തീരുമാനിക്കാൻ വേണ്ടി പോവുകയാണ്. ഇങ്ങനെയൊക്കെയാണ് അവസ്ഥാവിശേഷമെങ്കിലോ ഇനി ഞാൻ എന്റെ ജീവിതത്തിലോ ഒരു ഫർള് നിസ്കാരവും ഖളാ ആക്കുകയില്ല. അത് തീരുമാനമെടുക്കാൻ നിങ്ങൾ കേൾക്കേണ്ട വിഷയം എന്താണെന്നറിയോ? നിസ്കാരം താമസിക്കുന്നവരുടെ, നിസ്കാരം ഖളാ ആക്കുന്നവർക്ക് കിട്ടുന്ന ശിക്ഷയെ കുറിച്ചാണ്. എല്ലാവർക്കും അറിയുന്ന ഒരു ആയത്ത് ഓതി തരാം, ഒരുമിച്ച് എന്റെ കൂടെ ഓതിക്കോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫവൈലുൽ ലിൽ മുസല്ലീൻ الذين هم عن صلاتهم ساهون. ഇതിന്റെ അർത്ഥം മനസ്സിലാക്കണം എന്റെ പ്രിയപ്പെട്ടവരോ. ഫവൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്ക് വൈലെന്ന നരകമുണ്ടോ? നിസ്കരിക്കുന്നവർക്ക് വൈലെന്ന നരകമുണ്ടോ? എങ്ങനെ നിസ്കരിക്കുന്നവരാ? അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അവർ നിസ്കാരത്തെ തൊട്ട് അശ്രദ്ധരായ നമസ്കാരക്കാർക്ക് വൈലെന്ന നരകമുണ്ടെന്ന് വിശുദ്ധമായ ഖുർആനിൽ പടച്ച തമ്പുരാനും പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, 2 കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ടോ? ഒന്ന്, എന്താണ് വൈലെന്ന നരകമെന്നോ? എന്താ വൈലെന്ന നരകമെന്നോ? വൈലെന്ന നരകത്തെ കുറിച്ച് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നു. ഈ ദുനിയാവിലെ ആ നരകത്തിലെ ഏറ്റവും ചൂടുള്ള ഭാഗമാണ് വൈലെന്ന നരകം. നരകത്തിനല്ലെങ്കിൽ തന്നെ ചൂടാണ്. ഈ ദുനിയാവിന്റെ 70 ഇരട്ടി ചൂടാണ് നരകത്തിന്റെ ചൂടിനെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആ നരകം മാത്രമല്ല, നരകത്തിൽ ഏറ്റവും ചെറിയ ശിക്ഷ എന്താണ്? ചില ആളുകൾ ചിന്തിക്കും ഞാൻ ഒരുപാട് നന്മ ചെയ്യുന്നവനാണല്ലോ, ഇനി നരകത്തിൽ പോയാൽ തന്നെ ചെറിയ ശിക്ഷയാണല്ലോ കിട്ടുക എന്ന്. എന്നാൽ നരകത്തിലെ ഏറ്റവും ചെറിയ
ശിക്ഷ ഏതാണെന്നറിയോ? റസൂലുള്ളാഹിന്റെ ഒരു ഹദീസ് ഉണ്ടോ? അത് കാരക്കയുടെ കുരുവിന്റെ വലുപ്പത്തിലുള്ള 2 ചെറിയ കല്ലുകളാ. നരകത്തിലെ തീയാലുള്ള 2 ചെറിയ കല്ലുകളോ. എത്രയാ അതിന്റെ വലുപ്പം? കാരക്കയുടെ കുരുവിന്റെ വലുപ്പത്തിലുള്ള തീയാലുള്ള 2 ചെറിയ കല്ലുകളോ. ആ കല്ലുകളുടെ മുകളിൽ കാലെടുത്തു വെക്കല നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ. ഇത് കേൾക്കുമ്പോ നമ്മൾ വിചാരിക്കും അത് സാരമില്ല, ചെറിയ വേദനയല്ലേ എന്നോ. എന്നാൽ റസൂലുള്ള പറയുകയാ, ആ നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷയായ 2 ചെറിയ ആ കാരക്കയുടെ കുരുവിന്റെ വലുപ്പത്തിലുള്ള തീയാലുള്ള 2 കല്ലുകളുടെ മുന്നിലോ നീ എങ്ങാനും കാലെടുത്തു വെച്ചാൽ നിന്റെ തലച്ചോറ് പോലും വെന്തുരുകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാ. അത്രമേൽ ചൂടുള്ള ആ നരകം, ആ നരകത്തിലെ ഏറ്റവും ചൂടുള്ള ഭാഗമാണ് വൈലെന്ന നരകം. ആ വൈലെന്ന നരകത്തിന്റെ ചൂടിന്റെ കാഠിന്യതയെ കുറിച്ച് മുഫസ്സിരീങ്ങൾ പറയുന്നത്, ഈ ദുനിയാവിലുള്ള പാറകളും പർവ്വതങ്ങളും ആ നരകത്തിലെ ആ വൈലെന്ന ഭാഗത്തിട്ട് കിടഞ്ഞാൽ നിമിഷ നേരം കൊണ്ടോ ആ പാറ പർവ്വതങ്ങളും ഉരുകിപ്പോകുമത്രേ. നിമിഷ നേരങ്ങളെ കൊണ്ട് പാറ പർവ്വതങ്ങളെ ഉരുക്കി കളയാൻ മാത്രം കഠോരമായ ചൂടുള്ള ഭാഗമാ വൈലെന്ന നരകമത്രേ. ഓ വൈലെന്ന നരകം ആർക്കുള്ളതാണെന്നറിയോ? അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. നിസ്കാരത്തെ തൊട്ട് അശ്രദ്ധരായ ആളുകളാ. എന്തായി അശ്രദ്ധരെന്ന് പറഞ്ഞാൽ അതേ നിസ്കാരത്തിൽ അശ്രദ്ധരല്ല, നിസ്കാരത്തെ തൊട്ട് അശ്രദ്ധരാ എന്ന് വെച്ചാൽ സമയത്തിന് നിസ്കരിക്കാത്തവരാ, നിസ്കാരം ഖളാഅക്കുന്നവരാ. നിസ്കാരം ഖളാഅക്കുന്നവർക്കാണ് വൈലെന്ന നരകമെന്നോ മുഫസ്സിരീങ്ങൾ ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോ ഈ വിഷയം നന്നായി ശ്രവിച്ച എന്റെ പ്രിയപ്പെട്ട മുത്തുമൂമിനീങ്ങളെ മനസ്സുകൊണ്ട് തീരുമാനിക്കോ, ഇൻഷാ അല്ലാഹ് ഇനി ഞാൻ എന്റെ ജീവിതത്തിൽ മനഃപൂർവ്വം നിസ്കാരം ഖളാഅക്കുകയില്ല എന്നോ. ഖുർആനിൽ ഒരു ആയത്തുണ്ടല്ലോ, ഫസയൽഖൗന ഗയ്യാ. ശേഷം അവർ ഗയ്യ എന്ന നരകത്തിലെത്തുമെന്ന്. നരകത്തിന്റെ ഒരു പേരാ പറഞ്ഞത്, ഗയ്യ എന്ന നരകത്തിലെത്തുമെന്ന്. ഏതായി ഗയ്യ? ഇത് കേൾക്കുമ്പോൾ നമ്മൾ പലരും ചിന്തിക്കും, ഉസ്താദ് ഈ കാലത്തോ ഈ കാലഘട്ടത്തിൽ ഫർള് ചിലപ്പോ ഖളായി പോലെ മനുഷ്യന്മാര് തിരക്കുള്ളവരല്ലേ എന്നോ. എന്നാ ഒരു സംഭവം പറയട്ടെ നിങ്ങളോട്. നിങ്ങൾക്കറിയോ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളെ? സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളെ അറിയോ? ആരാ ബാഫഖി തങ്ങൾ? വലിയ സയ്യിദാണല്ലോ, വലിയ മഹാനാണല്ലോ. കേൾക്കണം എന്റെ പ്രിയപ്പെട്ടവരെ, പട്ടിക്കാട് ജാമിഅ നൂരിയ അറബി കോളേജ് ഫൈസി ബിരുദം കൊടുക്കുന്ന കോളേജാണ്. ആ കോളേജിന്റെ കട്ട്ലവെപ്പ് കർമ്മമാണ്. അതേ പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കഥയാ പറയുന്നത്. ആ കട്ട്ലവെപ്പ് കർമ്മമാണ്, കോളേജിന്റെ കട്ട്ലവെപ്പ് കർമ്മം. അതിന്റെ ഉദ്ഘാടകനായി ക്ഷണിക്കപ്പെട്ടത് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളെയാണ്. ബാഫഖി തങ്ങൾ ഉദ്ഘാടനത്തിന് വേണ്ടി വന്നു. 100 കണക്കിന് വരുന്ന ആളുകൾ സംഘടിച്ചിട്ടുണ്ട്. എല്ലാവരും ആ കട്ട്ലവെപ്പ് കർമ്മത്തിന്റെ ഉദ്ഘാടനത്തിന് വന്നതാണ്. എല്ലാവരും ഇങ്ങനെ നിൽക്കുമ്പോ ഉദ്ഘാടനത്തിന്റെ സമയമായി. ആ നേരത്ത് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങള് ആ സദസ്സിലേക്ക് നേരെ തിരിഞ്ഞു നിന്ന് ചോദിക്കുകയാണ്, അല്ലയോ ജനങ്ങളെ, ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ എന്നോടാണ് സംഘാടകർ ആവശ്യപ്പെട്ടത്. പക്ഷെ ഈ വന്നിരിക്കുന്ന ജനങ്ങൾക്ക് ഞാൻ ഒരു അവസരം തരികയാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും പ്രായപൂർത്തി എത്തിയതിന് ശേഷം സുബഹിയുടെ ജമാഅത്ത് ഒഴിവാക്കാത്തവരുണ്ടോ? എങ്കിൽ അവർക്ക് ഇതിന്റെ ഉദ്ഘാടകനാവാ, അവർക്കിതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാമെന്ന് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ പറഞ്ഞപ്പോ ആ ജനങ്ങൾ മുഖത്തോട് മുഖം നോക്കി നിൽക്കുകയാ. ആരും മുന്നോട്ട് വരുന്നില്ല, ആരും മുന്നോട്ട് വരുന്നില്ല. ആ സമയത്ത് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ പറയുകയാ, നിങ്ങൾ ആരും മുന്നോട്ട് വരാത്ത സ്ഥിതിക്കോ ഞാൻ തന്നെ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കാം. കാരണം ഞാൻ എന്റെ ജീവിതത്തില്
എനിക്ക് പ്രായപൂർത്തി എത്തിയതിന് ശേഷം ഇന്നേ വരെ ഞാനൊരു സുബഹിയുടെ ജമാഅത്തും ഒഴിവാക്കിയിട്ടില്ല എന്ന് സയ്യിദ് അബ്ദുറഹ്മാനും ബാഫഖി തങ്ങൾ പറയുകയും അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും ചെയ്യുകയാണ്. ദുനിയാവിന്റെ മുഞ്ചില് മയങ്ങിക്കിടന്ന മനുഷ്യനോ സുബഹിയും ഖളാ ആക്കുന്നില്ലേ? തീരുമാനിക്ക് മനുഷ്യ, ചെറുപ്പക്കാരെ തീരുമാനിക്ക് ഇനി അങ്ങോട്ട് ഞാൻ സുബഹി ഖളാ ആക്കുകയില്ല എന്ന്. ജമാഅത്ത് ഒഴിവാക്കൂല എന്നും പറയണ്ട, ഇങ്ങനെ പറഞ്ഞാൽ മതി. ഖളാ ആക്കൂല, തീരുമാനിക്കും. കേൾക്കുമ്പോ നല്ല ആവേശം ഉണ്ടാവും അല്ലെ? എന്റെ ഒരു ചങ്ങാതിയുണ്ട്, എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. അവനൊരു ദിവസം എന്റെ കൂടെ ഇങ്ങനെ കാറിൽ ഇങ്ങനെ വരികയാണ്. അപ്പം അവനാ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് തന്നെ അവൻ എന്നോട് പറയാം, ഉസ്താദ് കബീർ ബാക്കവിന്റെ വയൽ അടിപൊളിയാണല്ലേ. എന്നിട്ട് എന്നോട് പറയാം, ഞാൻ എപ്പോഴും കബീർ ബാക്കവിന്റെ വയൽ കേൾക്കും. ആ കബീർ ബാക്കവിൻ അത് പറയുമ്പോണ്ടല്ല, ഈ കയ്യിലെങ്ങനെ ഇങ്ങനെ ചുരുട്ടി പിടിച്ചിട്ടാ പറയുന്നത്. കബീർ ബാക്കവിന്റെ വയലെല്ലാം കേൾക്കുമ്പോ എന്റെ രോം ഇങ്ങനെ എടുത്തു പിടിക്കും. ഭയങ്കര ആവേശത്തിലാ ചെറുപ്പക്കാരൻ എന്നോട് പറയണത്. എന്നിട്ട് എന്നോട് പറയാം, കബീർ ബാക്കവി സങ്കടത്തിന്റെ കഥയെല്ലാം പറയൂല, എന്നിട്ട് ഇങ്ങനെ ആക്കൂലേ. അങ്ങനെ ആക്കുമ്പോ തന്നെ എനിക്ക് കരച്ചിൽ വരും. ഭയങ്കര ആവേശാണ് കബീർ ബാക്കവിന്റെ വയല്. ഞാൻ അന്നേരം തന്നെ ചോദിച്ചു, പിന്നെ എന്താടാ നീ സുബീക്ക പള്ളിയിൽ വരാത്തത്? അന്നേരം പറഞ്ഞു, കേൾക്കുമ്പോ മാത്രമേ ഉള്ളൂ. ഇതന്നെ മനുഷ്യന്മാരുടെ അവസ്ഥ. കേൾക്കുമ്പോ മാത്രമേ ആവേശമുള്ളൂ, പിന്നെ ആവേശം നിലനിർത്താൻ കഴിയുന്നില്ല. ആ ഈമാൻ ഈ ദുനിയാവിൽ നിലനിർത്താൻ വേണ്ടി നമുക്ക് സാധ്യമാവണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇനിയോ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ദുനിയാവിൽ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുക എന്ന് ആലോചിക്കുന്നവരുണ്ടാകും. അവർക്ക് വേണ്ടി ഞാനൊരു വിഷയം പറയാം. മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു, ആരാ ഇബ്രാഹിം ഇബ്നു അദ്ഹം എന്നറിയോ? 4 കാശ് ഒരുമിച്ച് കിട്ടുമ്പോ മതിമറക്കുന്ന മനുഷ്യ ആരാണ് ഇബ്രാഹിം ഇബ്നു അദ്ഹം എന്നറിയോ? 18 രാജ്യങ്ങൾ ഭരിച്ച രാജാവായിരുന്നു മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. ആ മഹാനവറുകളോ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ചിന്ത കടന്നു വരികയാണ്, ഈ ദുനിയാവ് നശ്വരമാ, ഈ ദുനിയാവ് നശിച്ചുകൊണ്ടിരിക്കുന്നതാ. ആ തിരിച്ചറിവിലാണ് പിന്നെ തന്റെ ദിനരാത്രങ്ങൾ പടച്ച തമ്പുരാന് വേണ്ടി ഇബ്രാഹിം ഇബ്നു അദ്ഹം മാറ്റിവെക്കുന്നത്. ആ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിനോട് ചില ആളുകൾ വന്ന് ചോദിക്കുകയാണ്, അല്ല നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ദുനിയാവിൽ ഹറാമുകളിൽ നിന്ന് മാറി നിന്ന് ജീവിക്കാൻ കഴിയുന്നത്? അല്ലാഹുവിനെ ഓർത്തുകൊണ്ടോ സദാ ആരാധനാ നിമഗ്നമായ മനസ്സുമായി കഴിഞ്ഞുകൂടാൻ, ഹറാമുകളിൽ നിന്നും മാറി നിൽക്കാൻ നിങ്ങൾക്ക് എങ്ങനെയാ കഴിയുന്നത് എന്ന് ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്. ദുനിയാവിൽ എങ്ങനെയാണ് ഒരു നല്ല മുസ്ലിമായി ജീവിക്കാൻ കഴിയുന്നത് എന്ന്. അന്നേരം ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു പറയുന്നു, ദുനിയാവിൽ നല്ലൊരു മുസ്ലിമായി ജീവിക്കാൻ ഞാൻ 4 വാഹനങ്ങൾ ഉണ്ടാക്കി. അതുകൊണ്ട് എനിക്ക് നല്ല മുഅ്മിനായി ജീവിക്കാൻ കഴിയുന്നു എന്ന്. എന്നിട്ട് പറയാണ്, ഏതൊക്കെയാ 4 വാഹനങ്ങൾ? ഒന്നാമത്തേത്, ഈ ദുനിയാവിൽ എനിക്ക് എന്തെങ്കിലും അനുഗ്രഹങ്ങൾ കിട്ടിയാൽ ഞാൻ ശുക്റിന്റെ വാഹനത്തിൽ കയറുമെന്ന്. എന്തെങ്കിലും ദുനിയാവിൽ 4 കാര്യങ്ങളാ പറഞ്ഞു. ഒന്ന്, ദുനിയാവിൽ എന്തെങ്കിലും അനുഗ്രഹങ്ങൾ കിട്ടിയാൽ ഞാൻ ശുക്റിന്റെ വാഹനം കയറും, അഥവാ അല്ലാഹുവിനെ സ്തുതിക്കുമെന്നോ. ഏത് നിഅമത്ത് കിട്ടിക്കഴിഞ്ഞാലും ഞാൻ പറയും അൽഹംദുലില്ലാഹ്. നമ്മൾ പറയലുണ്ടാ അൽഹംദുലില്ലാഹ് എന്ന്? പറയലുണ്ടാ? അൽഹംദുലില്ലാഹി തംലഉൽ മീസാൻ. മീസാൻ എന്ന ത്രാസിനെ നിറച്ചു കളയുന്ന നന്മയാണ് അൽഹംദുലില്ലാഹ് എന്ന വചനാമൃതമെന്ന് മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ, മുഹമ്മദ് മുസ്തഫ. മീസാൻ എന്ന ത്രാസ് എവിടെയാ ഉള്ളത്? പരലോകത്തല്ലേ? ഔക്കർഖാന്റെ വീടില്ല? അല്ല, പരലോകത്താണ്. അവിടെ നന്മ ധാരാളമായി തൂങ്ങിയാൽ സ്വർഗത്തിലേക്ക്, തിന്മ ധാരാളമായി തൂങ്ങിയാൽ നരകത്തിലേക്ക്. അല്ലേ? നിങ്ങളൊന്നും ഉണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ നന്മയും തിന്മയും ഒരുപോലെ തൂങ്ങിയാലോ നമ്മൾ എവിടെയാ പോവാ? സ്വർഗത്തിൽ പോവോ? ആന്നാ? ഇങ്ങ് വാ. നന്മയും തിന്മയും ഒരുപോലെ തൂങ്ങിയാ സ്വർഗത്തിൽ പോവോ? പോവില്ല. എന്നാ നരകത്തിൽ പോവോ? ഇല്ല. എന്നാ സ്വർഗവും നരകല്ലാത്ത മൂന്നാമതൊരു സ്ഥലം ഉണ്ടോ? ഉണ്ടോ?
ഉണ്ട്. ആ സ്ഥലത്തിന്റെ പേരാണ് അഅറാഫ്. അഅറാഫ് എന്ന സ്ഥലം എന്താ? സ്ഥലത്തിന്റെ പ്രത്യേകത, സ്വർഗത്തിൽ സുഖമുണ്ടോ ഇല്ല, നരകത്തിന്റെ വേദനയുണ്ടോ ഇല്ല, സങ്കടമുണ്ടോ ഇല്ല, സന്തോഷമുണ്ടോ ഇല്ല, ആനന്ദമുണ്ടോ ഇല്ല, ആഹ്ലാദമുണ്ടോ ഇല്ല, കണ്ണീരുണ്ടോ ഇല്ല, കരച്ചിലുണ്ടോ ഇല്ല, ചിരിയുണ്ടോ ഇല്ല, പിന്നെന്താ ഉള്ളത്? ഒന്നുമില്ല. ഒരു തരം നിർവികാരത, ഒരു മന്ദപ്പനായിട്ട് അങ്ങനെ നിൽക്കേണ്ടി വരും. അതാണ് അഅറാഫ്. നമുക്ക് അഅറാഫിലാണോ പോകേണ്ടത്? അല്ല, നമുക്ക് പോകേണ്ടത് ജന്നാത്തുൽ ഫിർദൗസിലേക്കാണ്. അതുകൊണ്ട് പറഞ്ഞു അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് എന്ന് ധാരാളം പറഞ്ഞു. അതിനൊരു മടിയും കാണിക്കേണ്ടതില്ല. അൽഹംദുലില്ലാഹ് എത്രമാത്രം നീ വർദ്ധിപ്പിക്കുന്നുവോ അത്രമാത്രം മീസാൻ എന്ന ത്രാസ് കനത്തോടെ തൂങ്ങുന്നതാണ്. അത് തന്നെയാണ് ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഏതൊരു അനുഗ്രഹം വരുമ്പോഴും ഏതൊരു നിഅമത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴും പറയണേ അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞൂടെ? നല്ല മക്കൾ അല്ലാഹു തന്നില്ലേ എന്ന് ഉറക്കെ പറ. നിങ്ങൾ ആരും ഉറക്കെ പറയുന്നില്ല, ഉറക്കെ പറ അൽഹംദുലില്ലാഹ്. നല്ല വീട് അല്ലാഹു തന്നില്ലേ? ഉറക്കെ പറ. നല്ല ഭാര്യനെ അല്ലാഹു തന്നില്ലേ? ഉറക്കെ പറ. അള്ളാഹു നമുക്ക് ഇനിയും നല്ല ഭാര്യനെ തരട്ടെ. ആമീൻ. ഉപ്പാപ്പാക്കെല്ലാം ആമീനാ പറയുന്നുണ്ട്. എന്തിനാ പറഞ്ഞ അള്ളാഹു വാല. ഇനി പറക്കെത്തിയ ഉമ്മാമ കഴുത്തിന് പിടിക്കും. നിങ്ങളാണോ ആമീൻ പറഞ്ഞു ചോദിച്ചത്? ഓരറിയാണ്ട് പറഞ്ഞു പോയത്, ഇനി പറയൂല. ഏതായിരുന്നാൽ ഏതെല്ലാം അനുഗ്രഹങ്ങളാണ്. ഓരോ അനുഗ്രഹങ്ങൾ കടന്നു വരുമ്പോഴും നീ ദുനിയാവിൽ അനുഗ്രഹങ്ങൾ കടന്നു വരുമ്പോ അല്ലാഹനെ സ്തുതിക്കുക, അൽഹംദുലില്ലാഹ് എന്ന് പറയുക. എന്നാൽ ദുനിയാവിൽ അല്ലാഹു തആല സുഖങ്ങൾ തന്നുകൊണ്ടേയിരിക്കുമെന്നാണ്. കാരണം എന്താണ്? അല്ലാഹു തആല സുഖങ്ങൾ തന്നുകൊണ്ടേയിരിക്കും. തന്ന സുഖത്തിന് നന്ദി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ല വാക്ക് അൽഹംദുലില്ലാഹ്. നിങ്ങൾ നോക്കുക, നമ്മളോട് ഒരാൾ സുഖമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യത്തിന്റെ അർത്ഥം എന്താണ്? അല്ലാഹു നിനക്ക് സുഖം തന്നോ എന്നാണ്. ഒരുപാട് സുഖം അല്ലാഹു തന്നില്ലേ? അതുകൊണ്ട് പറഞ്ഞു അൽഹംദുലില്ലാഹ്. ഒരു മടിയും കാണിക്കേണ്ടതില്ല. നമ്മള് അന്ന് അല്ലാഹു തആല കൂടുതൽ സുഖങ്ങൾ തന്നുകൊണ്ടേയിരിക്കും. അറബികളെ കണ്ടിട്ടില്ലേ നമ്മളോ? അല്ലാഹു തആല വാരിക്കോരി കൊടുത്തിരിക്കുകയാണ്. പൊന്ന് വേറെ, പെണ്ണ് വേറെ, ആരോഗ്യം വേറെ, പണം വേറെ, പെട്രോള് വേറെ, വാരിക്കോരി അറബികൾക്ക് കൊടുത്തിട്ടുണ്ട്. എന്തേ കാര്യം? അറബികൾക്കൊരു ഗുണമുണ്ടോ? എത്ര തമ്മാടിയായ അറബിയാണെങ്കിലും ശരി, ആ അറബിയോട് കൈഫൽ ഹാൽ, സുഖമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ അറബി ആദ്യം പറയുന്നത് എന്താണ്? അൽഹംദുലില്ലാഹ് എന്നാണ്. അല്ലേ? അതുകൊണ്ട് തന്നെ പഠിച്ചോ വാരിക്കോരി കൊടുത്തു. ഞാൻ ഈ വിഷയം ഒരു സ്ഥലത്ത് പറഞ്ഞപ്പോ ആ സദസ്സിന് ലാസ്റ്റ് ഒരാൾ എന്നോട് പറഞ്ഞു, ഉസ്താദ് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. എന്നിട്ട് ഇയാളുടെ ഒരു അനുഭവം പറഞ്ഞു. ഇയാൾ മുമ്പ് ഗൾഫിലൊക്കെ ജോലി ചെയ്ത ഒരാളാണ്. ആ സമയത്ത് ഇയാളുടെ ഒരു അറബിക്ക് ആക്സിഡന്റ് ആയി. ഗൾഫിലെ അറബിക്ക് ആക്സിഡന്റ് ആയിട്ട് അറബി ഹോസ്പിറ്റലിൽ ഇങ്ങനെ കിടക്കാണ്. രണ്ട് കൈയും രണ്ട് കാലും ഇങ്ങനെ കെട്ടിയിട്ട് കിടക്കാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് തലയാനക്ക് ഉണ്ടോ? ആ രണ്ട് കൈയും രണ്ട് കാലും ഇങ്ങനെ കെട്ടിയിട്ട് കിടക്കാണ് അറബി ഹോസ്പിറ്റൽ. അപ്പൊ ഇയാൾ കാണാൻ വേണ്ടി പോയത്. അപ്പൊ ഇങ്ങനെ കിടക്കുന്ന അറബിനോട് ചോദിച്ചു, കൈഫൽ ഹാൽ, സുഖാണോ? സുഖാണെങ്കിൽ ഇവിടെ കിടക്കോ? എന്നിട്ട് ഈ കിടക്കുന്ന അറബിനോടാ ചോദിക്കുന്നത്, സുഖാണോ? അപ്പൊ അറബി പറഞ്ഞത്രേ അൽഹംദുലില്ലാഹ്. ഇനി ഇതേ കിടത്ത് നമ്മളെ കാർണൂർ ജബ്ബാറൊക്കെയാ കിടക്കുന്നതെങ്കിലോ ആക്സിഡന്റ് ആയിട്ട് രണ്ട് കൈയും കാലും കെട്ടിയിട്ട് ഇങ്ങനെ കിടക്കാം. അപ്പൊ ഈ കാർണൂർ ചോദിക്കാ സുഖാണോ? അപ്പൊ നമ്മളെ കാർണൂർ പറയും, മോനെ മുഫീദേ ഇങ്ങോട്ട് വാ, ഇങ്ങടുത്തോട്ട്. ഈ കിടത്തെല്ലാം കണ്ടിട്ട് നിനക്ക് എങ്ങനെയാടാ ചോദിക്കാൻ തോന്നിയതെന്ന് ചോദിക്കൂലേ? ഇത് തന്നെയാണ് നമ്മളും അറബികളും തമ്മിലുള്ള വ്യത്യാസം. തന്ന സുഖത്തിന് നന്ദി രേഖപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് അല്ലാഹു തന്ന സുഖങ്ങളെ കുറിച്ച് ഓർമ്മ വരുമ്പോ യാതൊരു മടിയുമില്ലാതെ പറഞ്ഞു അൽഹംദുലില്ലാഹ്. അത് തന്നെയാണ് ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു പറഞ്ഞതും. സന്തോഷം വരുമ്പോ, അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോ ഞാൻ അൽഹംദുലില്ലാഹ് പറയുന്നു. ഇനിയോ വിഷമങ്ങൾ വരുന്ന സമയത്തോ
എന്റെ പ്രിയപ്പെട്ടവരെ കേൾക്കോ, 4 വാഹനങ്ങളാണ് ഞാൻ തയ്യാറാക്കി വെച്ചതെന്നല്ലേ പറഞ്ഞത്. ഇനിയോ രണ്ടാമത്തെ വാഹനം ഏതാണ്? എനിക്ക് വല്ല വിപത്തും വരികയാണെങ്കിൽ, എനിക്ക് വല്ല മുസീബത്തും വരികയാണെങ്കിൽ, ഞാൻ ക്ഷമയുടെ വാഹനം കയറുമെന്നാണ്. ക്ഷമ ഒന്നാമത്തെ ഗുണം നന്ദി രേഖപ്പെടുത്തലോ, രണ്ടാമത്തെ വാഹനം ക്ഷമയാണ്. വിഷമങ്ങൾ വരുമ്പോ, മുസീബത്ത് വരുമ്പോ ക്ഷമിക്കുക. ക്ഷമയുള്ള മനുഷ്യന്മാരെന്താ പറയുക? നന്ദിയുള്ള മനുഷ്യന്മാർ അൽഹംദുലില്ലാ പറയുന്നത് പോലെ മുസീബത്ത് വരുമ്പോൾ ക്ഷമയുള്ള മനുഷ്യന്മാര് പറയുന്നത് എന്താണ്? അല്ലദീന ഇദാ അസാബതുഹും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വിഷമം വരുമ്പോ ഇന്നാ ലില്ലാഹി ചൊല്ലുന്നവരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങള്. നമ്മൾ ഇന്നാ ലില്ലാഹി എപ്പോഴാ ചൊല്ലല്? ലാസ്റ്റ് ഇതിനും കൂടി മറുപടി പറഞ്ഞത്. ഇനി ഞാൻ ഒന്നും നിങ്ങളോട് ചോദിക്കൂല. നമ്മളിപ്പോ ഇന്നാ ലില്ലാഹി ചൊല്ലല് മരിച്ചാല് നമ്മളെല്ലാം വിചാരം മരിച്ചാ മാത്രം ചൊല്ലുന്ന സാധനമാണ് ഇന്നാ ലില്ലാഹി എന്ന. അല്ല, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുകയാണ്, അല്ലദീന മുഅ്മിനീങ്ങളായ ആളുകളുണ്ടല്ലോ, ഇദാ അസാബതുഹും കാലുവേദനിച്ചപ്പോ ആ റസൂലുള്ള ഉടനടി ഇന്നാ ലില്ലാഹി ചൊല്ലുകയാണ്. ഇത് കേട്ടപ്പോ ആയിഷ ബീവി ചോദിക്കുകയാണ്, ലിമ യാ റസൂലല്ലാഹ്, എന്തുപറ്റി നബിയേ, എന്തുപറ്റി നബിയേ, ചെറിയ വേദന വന്നതിനും ഇന്നാ ലില്ലയോ എന്ന്. ആ നേരത്ത് റസൂലുള്ള മറുപടി പറയുകയാ, ആയിഷ, ഏത് ചെറുതും വലുതാക്കാൻ കഴിവുള്ളവനാണ് അല്ലാഹു. അല്ലാഹു ഏത് ചെറുതും വലുതാക്കാൻ കഴിവുള്ളവനാണ് അല്ലാഹ്. അതുകൊണ്ട് എത്ര ചെറിയ മുസീബത്ത് വന്നാലും ഇന്നാ ലില്ലാഹി ചൊല്ലണേ. ഇതെത്ര ശരിയാണ്. എന്റെ നാടിന്റെ തൊട്ടടുത്ത് 8 വയസ്സുള്ളൊരു കുഞ്ഞുമോന് കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവന്റെ കാലിൽ ചെറിയൊരു ആണി തറക്കുകയാണ്. ആണി തറച്ചപ്പോൾ അതങ്ങ് വലിച്ചൂരിയെടുത്ത് കളയുകയും ചെയ്തു. അത് മൈൻഡ് ചെയ്തില്ല. 2 ദിവസം കഴിഞ്ഞപ്പോ കാല് വേദനിച്ചു, കാല് പഴുക്കാൻ തുടങ്ങി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചവരെ അഡ്മിറ്റ് ചെയ്തു. ചുരുക്കി പറയാം, ഏകദേശം ആ ആണി തറച്ചിട്ടോ 8 ദിവസം അങ്ങ് പൂർത്തിയായപ്പോ, അഥവാ 8ാമത്തെ ദിവസത്തിലോ ആ കുഞ്ഞുമോൻ, 8 വയസ്സുള്ള കുഞ്ഞുമോൻ മരിച്ചുപോയി. വയസ്സം കയറിയിട്ടോ അത് ശരീരത്തിൽ ബാധിച്ചങ്ങ് മരിച്ചു പോവുകയാണ്. അല്ലാഹുവേ, ആ കുഞ്ഞുമോനെ ഖബർ സ്വർഗമാക്കണയല്ലോ. ചെറിയ കാര്യമാണ്, കാര്യം ചെറുതാ. ഇത് തന്നെയല്ലേ അല്ലാഹ് പറഞ്ഞത്, ചെറുത് വലുതാക്കാൻ കഴിവുള്ളവനാണ് അല്ലാഹ്. അതുകൊണ്ട് എത്ര ചെറിയ വിഷമം വന്നാലും ഇന്നാ ലില്ലാഹി ചൊല്ലാൻ മറക്കല്ലോ. ഈ അടുത്തൊരു ചങ്ങാതിയെ കണ്ടു, അയാളുടെ നടുവരലിന് വലിയൊരു ബാൻഡേജ് ഉണ്ട്. ഇത് കണ്ടപ്പോ ഞാൻ ചോദിച്ചത് എന്താ സംഭവമെന്ന്. അന്നേരം അയാൾ പറയുകയാണ്, ഭക്ഷണം കഴിക്കുന്ന നേരത്തെങ്ങാനും ഈ മീനിന്റെ മുള്ളോ എന്റെ നഖത്തിന്റെ അടിയിലേക്കൊന്ന് കയറിപ്പോയതാണ് എന്ന്. ഞാനും ആദ്യം അതൊന്നും മൈൻഡ് ചെയ്തില്ല. പിന്നീട് അത് പഴുത്തു. ഒടുക്കം അതിന് വലിയ ഒരു ചികിത്സിക്കേണ്ടി വന്നു. ഞാൻ ചോദിച്ചു, എത്ര പൈസ ചെലവായി എന്ന്. അയാൾ പറയുന്നു, ഉസ്താദെ 10,000-ൽ മേലെ ചെലവായിട്ടുണ്ട് എന്ന്. ചെറിയൊരു മുള്ള തറച്ചതാണ്, 10,000-ൽ മേലെ ചെലവായിട്ടുണ്ട് എന്ന്. പിന്നെ അയാൾ പറയാണ്, ഇങ്ങനെ കെട്ടിയിട്ട് 1 മാസം കഴിഞ്ഞു, വേദന സഹിക്കാൻ തുടങ്ങിയിട്ട് 1 മാസം കഴിഞ്ഞു ഉസ്താദേ എന്ന്. ഇത് തന്നെയല്ലേ റസൂലുള്ള പറഞ്ഞത്, ഏത് ചെറുതും വലുതാക്കാൻ കഴിവുള്ളവനാണ് അല്ലാഹ്. അതുകൊണ്ട് എത്ര ചെറിയ മുസീബത്ത് വന്നാലും ഇന്നാ ലില്ലാഹി ചൊല്ലിക്കോ. എത്രത്തോളം റസൂലുള്ള പറയുന്നുണ്ടോ, നിന്റെ വീടിന്റെ വിളക്കണഞ്ഞാൽ പോലും ഇന്നാ ലില്ലാഹി ചൊല്ലണേ എന്ന്. വീടിന്റെ വിളക്കണഞ്ഞാൽ ഇന്നാ ലില്ലാഹി ചൊല്ലണം. നമ്മൾ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ
കരണ്ട് പോയാൽ ഇന്നാലില്ലാഹി ചൊല്ലണമെന്ന് ഉമ്മ ഖദീജ റഹ്മത്ത് ഫാത്തിമ. കരണ്ട് പോയാൽ എപ്പോഴെങ്കിലും ഇന്നാലില്ലാഹി ചൊല്ലിയിട്ടുണ്ടോ? ആരും ചൊല്ലൂല. നമ്മളെ കേരളത്തിലെ ഉമ്മമാർക്ക് ഒരു സ്വഭാവമുണ്ട്. രാത്രിയിൽ കരണ്ട് പോയാൽ ഉടനടി മോനോട് വിളിക്കും, മോനെ ജുനൈദ് അപ്പുറത്തെ വീട്ടിൽ കരണ്ട് ഉണ്ടോ നോക്കണം. നേരെ അപ്പുറത്തെ വീട്ടിൽ കരണ്ട് ഉണ്ടോന്ന് ജുനൈദ് നോക്കും. എന്നിട്ട് പറയും, ഉമ്മ അപ്പുറത്തെ വീട്ടിലും കരണ്ട് ഇല്ല. അപ്പൊ ഉമ്മ പറയൂ, അൽഹംദുലില്ലാഹ്. അപ്പുറത്തെ വീട്ടിൽ കരണ്ട് പോയതിന് അൽഹംദുലില്ലാഹ്, ഇപ്പുറത്തെ വീട്ടിൽ കരണ്ട് പോയതിന് ഇന്നാലില്ലാഹി ഇല്ല. ഇതാണ് കേരളീയരുടെ സ്വഭാവം. പക്ഷേ ഏത് വിഷമം നിനക്ക് വന്നാലും ഇന്നാലില്ലാഹി ചൊല്ലണേ എന്ന് പഠിപ്പിച്ചത് മുത്തേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ. ഇത് ദുനിയാവാണല്ലോ, ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുമല്ലോ. സങ്കടപ്പെടല്ല, സങ്കടപ്പെടല്ല, ഇന്നാലില്ലാഹി ചൊല്ലിക്കോ. ഇനി ഇതെല്ലാം കേട്ടിട്ട് വായലെല്ലാം കേട്ട ഈ പെണ്ണുങ്ങന്മാര് നാളെ വൈകുന്നേരം വീട്ടിൽ ഇങ്ങനെ ഇരിക്കും. അന്നേരം കാണാ പണിയെല്ലാം കഴിഞ്ഞ് ഭർത്താവ് വൈകുന്നേരം വീടിന്റെ ആ ഗേറ്റും തുറന്ന് നടന്ന് വരുന്നുണ്ടാവും. അന്നേരം ഇവള് ഭർത്താവിനെ നോക്കിയിട്ട് ചൊല്ലാൻ തുടങ്ങും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതെന്തിനാ? എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ മുസീബത്താ വരുന്നത്. ആ മുസീബത്തല്ല ഈ മുസീബത്ത്. ദുനിയാവിൽ ഏത് ചെറിയ വിഷമം വന്നാലും ഇന്നാലില്ലാഹി ചൊല്ലണേ എന്നാണ് ഒരു ദിക്ർ പറഞ്ഞു തരാം. ഈ ജീവിതത്തിൽ നിന്റെ ദുനിയാവിലെ ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിലോ നിനക്കേറെ ഉപകാരപ്പെടുന്ന ഒരു ദിക്റാണ്. അഥവാ മഹാനായ മുഹമ്മദ് മുസ്തഫ ഉറക്കെ ചൊല്ല്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സ്വഹാബികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ റസൂലുള്ളാഹി പറയുകയാണ്, സ്വഹാബികളെ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും വിഷമങ്ങൾ സംഭവിക്കുകയോ എന്തെങ്കിലും നഷ്ടങ്ങൾ സംഭവിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളൊരു പ്രാർത്ഥന നിർവഹിക്കണം. ആ പ്രാർത്ഥന ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. ആ പ്രാർത്ഥന നിങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വിഷമം അല്ലാഹു നീക്കി തരുമത്രേ. നഷ്ടപ്പെട്ടതിനേക്കാൾ നല്ലതിനെ അല്ലാഹു തിരിച്ചു തരുമത്രേ. പ്രിയപ്പെട്ട ഉമ്മ, ശരിക്കും കേട്ടോ, നിനക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു ദിക്റാ പറയണത്. നഷ്ടപ്പെട്ടതിനേക്കാൾ നല്ലതിനെ തിരിച്ചു കിട്ടാനും വിഷമങ്ങൾ നീങ്ങാനും നിനക്ക് വന്നുപെട്ട മുസീബത്ത് നീങ്ങാനും പുന്നാര നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബതി വഖ്ലുഫ് ലീ ഖൈറൻ മിൻഹാ. ഇതാണ് ആ പ്രാർത്ഥന. എന്താ ഈ പ്രാർത്ഥനയുടെ അർത്ഥമെന്നറിയോ? ഇന്നാ ലില്ലാഹ്, നാം അല്ലാഹുവിനുള്ളതാണ്, വ ഇന്നാ ഇലൈഹി റാജിഊൻ, നാം അല്ലാഹുവിലേക്ക് മടങ്ങേണ്ടവരാണ്. അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബതി, അല്ലാഹുവേ, എനിക്ക് സംഭവിച്ച മുസീബത്തിൽ നീ പ്രതിഫലം തരണേ അല്ലാഹ്. വഖ്ലുഫ് ലീ ഖൈറൻ മിൻഹാ, നഷ്ടപ്പെട്ടതിനേക്കാൾ നല്ലതിനെ തിരിച്ചു തരണയല്ല. മധുര മനോഹരമായ സാരാംശമടങ്ങിയ ആ ദിക്റാണ്. ഇത് കേട്ടപ്പോൾ അന്ന് ആ സദസ്സിലുണ്ടായിരുന്ന അബൂ സ്വലമ എന്ന സ്വഹാബി എഴുന്നേറ്റ് തന്റെ വീട്ടിലേക്ക് ഓടുകയാണ്. എന്നിട്ട് തന്റെ വീട്ടിലെ തന്റെ ഭാര്യയായ ആ ഉമ്മു സലമ എന്ന തന്റെ ഭാര്യയോട് പറയുകയാ, യാ ഉമ്മ സലമ, അല്ലയോ ഉമ്മു സലമ, റസൂലുള്ളാഹി ഇന്നൊരു പ്രാർത്ഥന പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ പ്രാർത്ഥനയുടെ ഗുണം എന്താണെന്നറിയോ? നിന്റെ ജീവിതത്തിൽ മുസീബത്ത് സംഭവിക്കുകയോ നഷ്ടങ്ങൾ സംഭവിക്കുകയോ ചെയ്താൽ നീ പ്രാർത്ഥന നിർവഹിച്ചോ, എന്നാൽ മുസീബത്ത് നീക്കിത്തരുകയും നഷ്ടപ്പെട്ടതിനേക്കാൾ നല്ലതിനെ അല്ലാഹു തിരിച്ചു തരുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് അബൂ സലമ എന്ന ഭർത്താവ് ഉമ്മു സലമ എന്ന ഭാര്യക്ക് പറഞ്ഞു കൊടുക്കുന്നു. അന്നു മുതൽ ഉമ്മു സലമ അത് ചൊല്ലാൻ തുടങ്ങി. ജീവിതത്തിൽ എന്തെങ്കിലും വിഷമം വരും അത് ചൊല്ലാൻ തുടങ്ങി. കാലം കുറെ അങ്ങ് കൊഴിഞ്ഞു പോയി. ഒരു നാൾ അബൂ സലമ എന്ന ഭർത്താവ് മരിച്ചുപോയി. ആ
അബൂ സലമ എന്ന ഭർത്താവ് മരിച്ചപ്പോ ഉമ്മു സലമയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിഷമമാ സംഭവിച്ചതോ, ഉമ്മു സലമയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമാ സംഭവിച്ചതോ. ആ നേരത്ത് ഉമ്മു സലമ ചൊല്ലാൻ തുടങ്ങി, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബതി വഖ്ലുഫ് ലീ ഖൈറൻ മിൻഹാ. ഇതങ്ങ് ചൊല്ലാൻ തുടങ്ങി. അപ്പോഴാ ഉമ്മു സലമ ചിന്തിച്ചതോ, പടച്ചോനെ റസൂലുള്ള എന്താ പറഞ്ഞതോ, നഷ്ടപ്പെട്ടതിനേക്കാൾ നല്ലതിനെ തിരിച്ചു തരുമെന്നാണല്ലോ. പക്ഷെ എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ സ്നേഹനിധിയായ എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അബൂ സലമയാണല്ലോ. ഇനി അബൂ സലമയേക്കാൾ നല്ല ഭർത്താവിന് എനിക്ക് കിട്ടുകയില്ലല്ലോ, ആ നഷ്ടം നികത്താൻ കഴിയുകയില്ലല്ലോ. എന്നാലും റസൂലുള്ള പഠിപ്പിച്ചതാണല്ലോ എന്ന് കരുതി അന്നു മുതൽ ഉമ്മു സലമയത് ചൊല്ലാൻ തുടങ്ങി. കാലം കഴിഞ്ഞു, ഇദ്ദയുടെ കാലാവധി കഴിഞ്ഞപ്പോ ആ ഉമ്മു സലമ എന്ന വിധവയായ പെണ്ണിനെ പെണ്ണ് കാണാൻ അതാ ഒരു പുതിയാപ്പിള വരുന്നു. ഏതാടാ പുതിയാപ്പിള എന്നറിയോ? ഇനി ഇങ്ങനെയൊക്കെ ദിക്ർ ചൊല്ലുന്ന ആ പെണ്ണിനെ പെണ്ണ് കാണാൻ ഒരു പുതിയാപ്പിള വരുന്നുണ്ടെങ്കിൽ അതെങ്ങനെയുള്ള പുതിയാപ്പിളയായിരിക്കണം? മരിച്ചുപോയ അബൂ സലമ എന്ന ഭർത്താവിനേക്കാൾ സൽഗുണ സമ്പന്നനാവണ്ട്, സുന്ദരനാവണ്ട്. എന്നാൽ കല്യാണാലോചനയുമായി ഉമ്മു സലമയുടെ വീട്ടിലേക്ക് വന്നതാരാ? അഴകിന്റെ മാരിവില്ലേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ. അപ്പോഴാണ് ഉമ്മു സലമ അത്ഭുതപ്പെട്ടു പോയത്. പടച്ചോനെ, ഈ പ്രാർത്ഥനയുടെ ഫലം എത്ര അത്ഭുതമാ! അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പഠിച്ചു വെച്ചോ, ദിവസവും ചൊല്ലാൻ നമുക്ക് അവസരങ്ങളുണ്ടോ? ഓരോ ദിവസവും ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? ഒരുപാട് നഷ്ടങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടോ? അതുകൊണ്ട് ഈ പ്രാർത്ഥനയൊന്ന് പഠിച്ചു വെക്ക്. അപ്പൊ നമ്മൾ ഉമ്മാമ വിചാരിക്കുന്നുണ്ടോ ഇതൊക്കെ ചൊല്ലണോന്നുണ്ട് ഉസ്താദെ, പക്ഷെ ഇത് എങ്ങനെയാ പഠിക്കല്? ബേജാറാവണ്ട. നിങ്ങൾക്ക് ചൊല്ലാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ പ്രവർത്തകരുണ്ടല്ലോ, യുവാക്കള്, CMA-യുടെ യുവാക്കൾ, ആ യുവാക്കളോട് നാളെ പറയാ, അല്ലെങ്കിൽ ഇന്ന് പോകുമ്പോൾ പറയാം, മക്കളെ ആ ദുആ ഒന്ന് എഴുതിയിട്ട് ഫോട്ടോ സ്റ്റാറ്റ് എടുത്തു തരണേ. നിങ്ങൾ എടുത്തു കൊടുക്കൂലേ? കൊടുക്കും ഇൻഷാ അല്ലാഹ്. അത് കടലാസിൽ ഒന്ന് എഴുതി തരാം ഞാൻ, വേണമെങ്കിൽ നിങ്ങൾ അത് എഴുതി ഒരു ഫോട്ടോ സ്റ്റാറ്റ് എടുക്കാം, എന്നിട്ട് ആവശ്യക്കാർക്ക് കൊടുക്കാം. ഇഷ്ടം പോലെ ആവശ്യക്കാരുണ്ടാവും. എല്ലാവർക്കും വേണ്ട റസൂലുള്ള പഠിപ്പിച്ച അബൂദാവൂദിൽ ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. റസൂലുള്ള പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയാണ്, അത് നഷ്ടപ്പെടുത്തണ്ട. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുപോലെ തന്നെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നത്, സ്ത്രീകളുടെ കയ്യിൽ ഇന്നലെ കവർ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് മംഗലത്തിന് കൊടുത്താ എന്നാ ഇൻഷാ അല്ലാഹ് ആ കവറ് നിങ്ങൾ നല്ല ബർക്കത്തോടു കൂടി സംഖ്യകളൊക്കെ അതിലിട്ടിട്ടുണ്ടാവും. അപ്പൊ സംഘാടകർ വരുന്നുണ്ട്, അവരുടെ കയ്യിൽ നിങ്ങൾ അത് ഏൽപ്പിക്കുക. ഒരു ബക്കറ്റ് വിരിവെല്ലാം അതിനിടയിലുണ്ട്. ഇൻഷാ അല്ലാഹ് അകമഴിഞ്ഞ് സഹായിക്കുക, കൊടുക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീന് ശക്തി പോരാ. അല്ലാഹുവേ വാരിക്കോരി തരണേ അല്ലാ. ഇതേ ആമീനും പറ. അടച്ചോനെ കൊടുക്കാനുള്ള തൗഫീഖും തരണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു ബർക്കത്ത് തരട്ടെ. അസ്സലാത്തു അലൻ നബി അശ്ശഫീഇൽ അബ്തഹി അൻത തത്ലഉ ബൈനനാ ഫിൽ കവാകിബി കൽ ബുദൂർ ബൽ വഅശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി അൻത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖാതു യാ സയ്യിദി ഖൈറൻ നബി. ചൊല്ലി അസ്സലാത്തു അലൻ അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി. മഹാനായ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചതാ, ഈ ദുനിയാവിൽ ഹറാമുകളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഈ ജീവിതത്തിൽ ഒരുപാട് സുകൃതങ്ങൾ സമ്പാദിക്കാൻ നിങ്ങൾക്ക് എങ്ങനെയാ സാധിക്കുന്നതെന്ന് ചോദിച്ചപ്പോ ഇബ്രാഹിം അദ്ഹം എന്ന സൂഫികളുടെ സുൽത്താൻ മറുപടി പറയുകയാ, ഈ ദുനിയാവിൽ ഞാൻ 4 വാഹനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ, 4 കാര്യങ്ങളെ ഞാൻ മുറുകെ പിടിക്കുന്നുണ്ടോ. ഒന്ന്, എനിക്ക് സന്തോഷം വരുമ്പോൾ, എനിക്ക് നിഅമത്തുകളും അനുഗ്രഹങ്ങളും വരുമ്പോൾ ഞാൻ
അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കും. രണ്ടാമത്തേത് എനിക്ക് വല്ല വിഷമങ്ങളും പ്രയാസങ്ങളും വരുമ്പോ ഞാൻ ഇന്നാ ലില്ലാഹി ചൊല്ലിക്കൊണ്ടിരിക്കും, ക്ഷമിക്കുമെന്നോ. മൂന്നാമതായി പറയുകയാണ്, എനിക്ക് ഇബാദത്ത് ചെയ്യാൻ തൗഫീഖ് ലഭിച്ചാൽ ഞാൻ ഇഖ്ലാസോടെ ഇബാദത്ത് ചെയ്യും. ഏതെങ്കിലും നന്മ ചെയ്യാനുള്ള അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇഖ്ലാസോടെ അമൽ ചെയ്യുമെന്ന് ഇബ്രാഹിം റളിയല്ലാഹു അൻഹു പറയുകയാണ്. എന്റെ കർമ്മങ്ങളിൽ ഇഖ്ലാസ് ഉണ്ടാകുമെന്ന്. ഇഖ്ലാസ് ഇല്ലാത്ത കർമ്മം അല്ലാഹു വേണ്ട. ചെയ്യുന്ന കർമ്മങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ചെയ്യാൻ വേണ്ടി കഴിയണം. എല്ലാം അല്ലാഹുവിന് വേണ്ടി ലിവജ്ഹില്ലാ, അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ചെയ്യണം. അങ്ങനെ കഴിയണം നമുക്ക്. ഇന്ന് ഒരു വയല് വെക്കുന്നതും വയല് പറയുന്നതും ഒക്കെ ആൾക്കാർ നല്ലത് പറയാൻ വേണ്ടിയായി മാറിയിട്ടുണ്ട്, അല്ലേ? ആ കോലത്തിൽ നിന്ന് മാറിയിട്ടുണ്ട്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നമ്മള് സംഘാടകർ അങ്ങനെയൊന്നല്ല, നല്ല ഉദ്ദേശത്തിൽ തന്നെയാണ് ഇത് നടത്തുന്നത്. ഞാനൊരു സ്ഥലത്ത് വയലിന് വേണ്ടി പോയി. അങ്ങനെ വയലിന് വേണ്ടി പോയപ്പോ അവിടുത്തെ സെക്രട്ടറി സ്വാഗതം പറഞ്ഞു. എന്നിട്ട് എന്നെ ക്ഷണിച്ചു വയലിന് വേണ്ടി. ഞാൻ ആ കസേരയിൽ ഇരുന്ന് ഇരുന്നിട്ട് ഞാൻ എഴുന്നേറ്റ ഈ പ്രസംഗ പീഠത്തിലേക്ക് ഇങ്ങനെ നടന്നു വരാണ്. അപ്പൊ അവിടുത്തെ സെക്രട്ടറി എന്റെ ആ ഒരു ചെറിയൊരു ഗ്യാപ്പിലല്ല, ആ ഗ്യാപ്പിൽ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, ഞാനാണ് ഇവിടുത്തെ സെക്രട്ടറി, എന്റെ പേര് ഡാഷ് ഡാഷ് ഹാജി എന്നാണ്, പ്രസംഗിക്കുമ്പോ പറയണേ, പ്രസംഗിക്കുമ്പോ പറയണേ എന്ന്. ചിന്തിച്ചു നോക്കിയാട്ടെ, ഈ ചങ്ങായി പിന്നെ ആർക്ക് വേണ്ടിയായി പ്രവർത്തിക്കുന്നു? ജനങ്ങൾക്ക് വേണ്ടിയാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾ മുഴുവനും അല്ലാഹുവിന് വേണ്ടി ആവണമെന്നാണ്. ഇതുപോലെ മഹാനായ ഇസ്ലാമിന്റെ 4ാമത്തെ റിപ്പബ്ലിക് നായകനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, എന്താ അലിയാർ തങ്ങളുടെ അവസ്ഥ? ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ധീരനായ ഒരു ശത്രു ഒരുപാട് സ്വഹാബികളെ കൊന്നൊടുക്കുകയാണ്. കുതിരപ്പുറത്ത് നിന്ന് മൂർച്ചയുള്ള വാളുമായിട്ട് ആ പടപൊരുതുന്ന ആ ശത്രു ഒരുപാട് സ്വഹാബികളെ വെട്ടി നിരത്തുകയാ. ഇത് കണ്ടപ്പോൾ മഹാനായ ഇസ്ലാമിന്റെ ഈറ്റപ്പുലിയായ അലിയാർ തങ്ങൾ തന്റെ ദുൽഫുഖാർ എന്ന ഇരുതല മൂർച്ചയുള്ള വാളുമായി ആ യുദ്ധകളത്തിലേക്ക് ഓടിപ്പോവുകയാണ്. എന്നിട്ടോ കുതിരപ്പുറത്ത് നിന്ന് ആ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ശത്രുവിനെ താഴേക്ക് വലിച്ചിടുകയാണ്. എന്നിട്ടോ കയ്യിൽ നിന്ന് വാള് തെറിച്ച് വീണ ഈ ശത്രു നിരായുധനായി വീണ് കിടക്കുമ്പോ ഒരുപാട് സ്വഹാബികളെ കൊന്നവനാ. അവനെ വകവരുത്താൻ വേണ്ടി അലിയാർ തങ്ങൾ തന്റെ വാളങ്ങ് ഉയർത്തിയപ്പോ ആ മനുഷ്യൻ അലിയാർ തങ്ങളുടെ മുഖത്തേക്ക് തുപ്പുന്നു. അലിയാർ തങ്ങളുടെ മുഖത്തേക്ക് തുപ്പുന്നു. അലിയാർ തങ്ങളുടെ മുഖത്തേക്ക് തുപ്പിയപ്പോ അലിയാർ തങ്ങൾ പിന്നെ അയാളെ ഒന്നും ചെയ്യുന്നില്ല. അയാളെ ഒന്നും ചെയ്യുന്നില്ല. അലിയാർ തങ്ങൾ വാളങ്ങും തന്റെ ഉറയിൽ വെച്ചു നേരെ സ്വഹാബികളിലേക്ക് തിരിഞ്ഞു നടക്കുകയാണ്. അപ്പോൾ സ്വഹാബികൾ ചോദിക്കുകയാണ്, അല്ലയോ അലിയാർ തങ്ങള്, ഒരുപാട് സ്വഹാബികളെ കൊന്ന ശത്രുവിനെ വകവരുത്താൻ ഒരു അവസരം കിട്ടിയിട്ട് അങ്ങെന്തേ അത് ഉപയോഗിക്കാതിരുന്നതെന്ന് ചോദിച്ചപ്പോ അലിയാർ തങ്ങൾ പറയുന്നൊരു മറുപടിയുണ്ട്. പ്രിയപ്പെട്ടവര്, ഒന്ന് കാതു തുറന്ന് കേട്ടോ. അലിയാർ തങ്ങൾ പറയുകയാ, ഞാൻ യുദ്ധത്തിന് വേണ്ടി വന്നതല്ലാഹുവിന് വേണ്ടിയാ, ഞാൻ വാളെടുത്തതല്ലാഹുവിന് വേണ്ടിയാ, ഞാൻ ഈ മനുഷ്യന്റെ അരികിലേക്ക് ഓടി വന്നതല്ലാഹുവിന് വേണ്ടിയാ, ഈ ശത്രുവിനെ പിടിച്ച് താഴെ കിട്ടതല്ലാഹുവിന് വേണ്ടിയാ, ഇവനെ വെട്ടാൻ വേണ്ടി വാളുയർത്തിയതല്ലാഹുവിന് വേണ്ടിയാ. പക്ഷേ ആ നേരത്തെ ഇവൻ എന്റെ മുഖത്തേക്ക് തുപ്പിയപ്പോ ഞാൻ ചിന്തിച്ചു പോയി, പടച്ചോനെ, ഇനി ഞാൻ ഇവനെ വെട്ടിക്കഴിഞ്ഞാൽ അതെന്നെ തുപ്പിയതിന്റെ പേരിലായി പോകോ എന്ന് ചിന്തിച്ചത് കൊണ്ടാണ് ഈ മനുഷ്യനെ ഞാനൊന്നും ചെയ്യാതിരുന്നത് എന്നോ അലിയാർ തങ്ങൾ മറുപടി പറയുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതല്ലേ ഇഖ്ലാസ്? ചെയ്യുന്ന പ്രവർത്തനം മുഴുവനും അല്ലാഹുവിന് വേണ്ടി, അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ചെയ്യാൻ വേണ്ടി കഴിയണം. അല്ലാതെ ചെയ്താൽ ദുനിയാവിൽ നീ എത്ര അമൽ ചെയ്തിട്ടും കാര്യമില്ല, അത് നിനക്ക് ഉപകരിക്കൂല. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായി 2ാം ഖലീഫയായി ഉമർ റളിയല്ലാഹു അൻഹു സ്ഥാനമേറ്റെടുക്കുകയാണ്.
അങ്ങനെ ഉമർ റളിയല്ലാഹുവിന് സ്വഭാവമുണ്ട്, രാത്രിയായി കഴിഞ്ഞാൽ ഇങ്ങനെ സഞ്ചരിക്കും തന്റെ നാട്ടിലൂടെ. എന്തിനാ? നാട്ടുകാരുടെ ക്ഷാമക്ഷേമങ്ങൾ അന്വേഷിച്ചുകൊണ്ടുള്ള നടത്തമാണ്. അങ്ങനെ ഉമർ റളിയല്ലാഹുവിന് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ ഉമർ റളിയല്ലാഹുവിന് ഒരു വീട് കാണുകയാണ്. ഉമർ റളിയല്ലാഹുവിന് ഒരു വീട് കാണുകയാ. ആ വീട്ടിലേക്ക് ഉമർ റളിയല്ലാഹു എത്തി നോക്കുകയാണ്. ആ വീട്ടിലൊരു ഉമ്മാമയുണ്ട്. ആ ഉമ്മാമാക്ക് കണ്ണ് കാണുന്നില്ല. ആ ഉമ്മാമാക്ക് കണ്ണ് കാണാത്ത ഉമ്മാമയുടെ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ഉമ്മാമയുടെ വസ്ത്രമലക്കി കൊടുക്കുന്നു, ഉമ്മാമയുടെ വീട് വൃത്തിയാക്കി കൊടുക്കുന്നു, ഉമ്മാമാക്ക് ഭക്ഷണം പാകം ചെയ്തു കൊടുക്കുന്നു. എല്ലാം ചെയ്തതിന് ശേഷം ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു വരുമ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലേക്ക് ഒരു ചിന്ത കടന്നു വന്നു. ഞാൻ ആദ്യമായിട്ടാണല്ലോ കണ്ണ് കാണാത്ത ഈ ഉമ്മാമാക്ക് ഇതെല്ലാം ചെയ്തു കൊടുത്തത്. എന്നാൽ ഇത്രയും കാലം ഈ ഉമ്മാമാക്ക് ഇതെല്ലാം ചെയ്തു കൊടുത്തതാരാ എന്നറിയാൻ വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു ഉമ്മാമയോട് ചോദിച്ചു, അല്ല ഉമ്മാമ, ഞാൻ ആദ്യമായിട്ടാണല്ലോ ഈ സേവനമൊക്കെ ചെയ്തു തന്നത്, പക്ഷെ ഇത്രയും കാലം നിങ്ങൾക്ക് ഇത് ചെയ്തു തന്നതാരാ എന്ന് ചോദിച്ചപ്പോ ആ ഉമ്മാമ, കണ്ണ് കാണാത്ത ഉമ്മാമ പറയുകയാ, മോനെ, ഇത് നീ വന്നതുപോലെ എല്ലാ രാത്രിയിലും എന്റെ വീട്ടിലേക്ക് ഒരാൾ വരാറുണ്ടോ? നീ ചെയ്തു തന്നതുപോലെ അയാൾ എന്റെ വീട് വൃത്തിയാക്കി തരാറുണ്ടോ? എന്റെ വസ്ത്രമലക്കി തരാറുണ്ടോ? എനിക്ക് ഭക്ഷണം പാകം ചെയ്തു തരാറുണ്ടോ? പക്ഷെ അയാളുടെ പേരെനിക്കറിയില്ല, നാടെനിക്കറിയില്ല. കണ്ണ് കാണാത്ത ഞാൻ അയാളെ കണ്ടിട്ടുമില്ല. പക്ഷേ 3-4 ദിവസമായി ഇപ്പോൾ അയാളെ കാണുന്നില്ല. 3-4 ദിവസമായി അയാളെ കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ചിന്തിക്കുകയാണ്, പടച്ചോനെ, ഇത്രയും കാലം ആരും അറിയാതെ ഉമ്മാക്ക് സേവനം ചെയ്തതോ 3-4 ദിവസം മുമ്പ് മരിച്ചുപോയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നല്ലോ എന്ന് ചിന്തിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ചെയ്ത ആ നന്മകളോ ഒരാളോട് പോലും പാടി നടന്നില്ല. അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി അവരെ അമല് ചെയ്തത്. അതുകൊണ്ട് ഇബ്രാഹിം റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്കൊരു നന്മ ചെയ്യാൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇഖ്ലാസോടെ അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ഞാൻ അമല് ചെയ്യുന്നു. 4-മതായി ഇബ്രാഹിം റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ ഒരു തെറ്റ് സംഭവിച്ചു പോയി എന്നൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഉടനടി അസ്തഗ്ഫിറുല്ലാഹ് പറയുമെന്ന്, ഉടനടി ഞാൻ ഖേദിച്ചു മടങ്ങുമെന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം റളിയല്ലാഹു അൻഹു മറുപടി പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദുനിയാവില് നന്മകളാൽ സമ്പുഷ്ടമാക്കാൻ, ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കാൻ ഏറ്റവും മനോഹരമായ 4 വഴികളായി ഇബ്രാഹിം റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു തന്നത്. അതിൽ 4-മത്തേത്, ഏതെങ്കിലും തെറ്റു സംഭവിച്ചു പോയി എന്നൊരു തോന്നൽ വരുമ്പോ ഉടനടി പറഞ്ഞോ, അസ്തഗ്ഫിറുല്ലാഹ്. ഒരു മടിയും കാണിക്കേണ്ടതില്ല. അത്രത്തോളം പുന്നാര നബിതങ്ങൾ ഒരു സംഭവം പറയുന്നുണ്ട്. അതേ നബിതങ്ങൾ സ്വഹാബികളുടെ കൂടെ സഞ്ചരിക്കുകയാണ്. വിശ്രമിക്കാൻ വേണ്ടി ഒരു മരത്തിന്റെ തണലിലിരുന്നപ്പോ സ്വഹാബികളോട് റസൂലുള്ളാഹി പറയുകയാ, ഇസ്തഗ്ഫിറുല്ലാഹ്, എല്ലാവരും അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലണേ എന്ന്. ആ നേരത്ത് സ്വഹാബികളൊക്കെ അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലുകയാ. അപ്പോൾ റസൂലുള്ളാഹി പറയുകയാണ്, അതിമൂഹാ 70 മർറ, 70 പ്രാവശ്യം പൂർത്തിയാക്കണേ എന്ന്. ആരെങ്കിലും ഒരാൾ 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലിയാൽ, മാ മിൻ അബ്ദിൻ വലാ അമത്തിൻ യസ്തഗ്ഫിറൂനല്ലാഹ ഫീ യൗമിൻ 70 മർറ, ദിവസം 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലിക്കഴിഞ്ഞാൽ അവന്റെ അന്നേ ദിവസത്തിലുള്ള 700 പാപങ്ങൾ അല്ലാഹു പൊരുത്തപ്പെട്ടു കൊടുക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാ. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ദിവസവും 1000കണക്കിന് ദിക്ർ ചൊല്ലാൻ താല്പര്യമുള്ള പെണ്ണല്ലേ നീ? എന്നാൽ നീ ഇന്നു മുതൽ 70 പ്രാവശ്യം എണ്ണം പിടിച്ചു ചൊല്ലിക്കോ, അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്. ഒരു മടിയും കാണിക്കണ്ട.
ഇങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ എത്ര വലിയ വഴികേടിലായ ദുനിയാവാണെങ്കിലും, വഴികേടിലാക്കുന്ന ദുനിയാവാണെങ്കിലും അള്ളാഹുവിന്റെ ഇബാദത്തിലോ മുറുകെ പിടിച്ച് ജീവിക്കാൻ നിനക്ക് കഴിയുന്നതാണ്. ഇബ്രാഹിം റളിയല്ലാഹു അൻഹു പറഞ്ഞ തന്ത്രമാണ് 4 വാഹനങ്ങൾ. 1 ശുക്ർ എന്ന വാഹനം, 2 സബർ എന്ന വാഹനം, 3 ഇഖ്ലാസ് എന്ന വാഹനം, 4 തൗബ എന്ന വാഹനം. ഈ 4 വാഹനങ്ങളാണ് ഞാൻ തയ്യാറാക്കി വെച്ചത് എന്ന് ഇബ്രാഹിം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടെങ്കിലോ അത് നമ്മുടെ ജീവിതത്തിലേക്ക് നാം കൊണ്ടുവരിക. ഇനിയോ ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ സുഖദുഃഖ സമ്മിശ്രമാണ്. ഒരു നാൾ സുഖമാണെങ്കിൽ മറുനാൾ ദുഃഖമാണ്. അല്ലേ ഒരു നാൾ സുഖമാണെങ്കിൽ മറുനാൾ ദുഃഖമാണ്. ഇതാണ് ദുനിയാവിന്റെ അവസ്ഥ. ഒരുപാട് സങ്കടങ്ങൾ ചിലപ്പോൾ കടന്നു വരാം. പക്ഷെ പതറരുതോ. പതറാത്ത പാദത്തോടെ, ചിതറാത്ത ചിത്തത്തോടെ നീ ഈമാനിന്റെ വഴിയിൽ അടിയുറച്ചു നിൽക്കാൻ നിനക്ക് സാധ്യമാവണം. ഉറച്ചു നിൽക്കാൻ വേണ്ടി കഴിയണം. നിന്റെ ജീവിതത്തിലോ ദുനിയാവിൽ പ്രയാസങ്ങൾ വരുമ്പോ അതിനേക്കാൾ വലിയ പ്രയാസങ്ങൾ അനുഭവിച്ച മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഓർത്താൽ മതിയല്ലോ. എന്താ റസൂലുള്ളാഹി അനുഭവിച്ച പ്രയാസങ്ങളോ? ഒരൊറ്റൊന്ന് പറയാമല്ലോ. റസൂലുള്ളാഹി അനുഭവിച്ച വലിയ പ്രയാസങ്ങളിൽപ്പെട്ട ഒരു പ്രയാസം, അതേ റസൂലുള്ളാഹിന്റെ 6 മക്കളും, റസൂലുള്ളാഹിന്റെ 6 മക്കളും ഈ ലോകത്തോട് റസൂലുള്ളാഹി ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ഈ ലോകത്തോട് വിട പറഞ്ഞിരുന്നു. 6 മക്കൾ റസൂലുള്ളാഹിന്റെ മക്കൾ ഈ ലോകത്ത് മരിച്ചു പോയിരുന്നു റസൂലുള്ളാഹിന്റെ ജീവിതകാലത്ത്. പുന്നാര നബിതകൾക്ക് ടോട്ടൽ എത്ര മക്കളാ? ആരെങ്കിലും പറയോ എത്ര മക്കളാ? 6 7 എന്താ ലേലം വിളിക്കാൻ തുടങ്ങിയ? 7 മക്കളാണ് അല്ലേ? മക്കളെ പേരറിയില്ലേ? മുത്ത് നബിക്കല്ലാഹു കൊടുത്ത മക്കളെ പേരുകൾ അറിയില്ലേ? കാസിം, സൈനബ്, റുഖിയ, ഫാത്തിമ, ഉമ്മു കുൽസും, അബ്ദുല്ലാഹ്, ഉമ്മു കുൽസും, അബ്ദുല്ലാഹ്. 7 ആയില്ലേ? എന്തൊന്നും മിണ്ടാത്ത 7 ആയാ? ഇല്ലേ? ആയാ? ഒന്നും കൂടി എണ്ണി നോക്കിയേ. മുത്ത് നബിക്കല്ലാഹു കൊടുത്ത മക്കളെ പേരുകൾ അറിയില്ലേ? കാസിം, സൈനബ്, റുഖിയ, ഫാത്തിമ, ഉമ്മു കുൽസും, അബ്ദുല്ലാഹ്, ഉമ്മു കുൽസും. 7 ആയാ? ഇല്ലേ? ഉറക്കപ്പറ ആയോ ഇല്ലയോ? ആയിന്നാ പെണ്ണുങ്ങന്മാര് പറയുന്നത്. ആയോ? 7 ആയി? 6 ആയിട്ടുള്ളൂ അല്ലേ? ഇബ്രാഹിം എന്നൊരു മോനുണ്ട്. മുത്ത് ഖദീജത്താണ് ഈ മക്കളെ പൊന്നുമ്മ എന്നറിയില്ലേ? ഇബ്രാഹിം എന്നൊരു മോൻ മാരിയത്തുൽ ഖിബ്തിയയിൽ നിന്നല്ലേ? മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 7 മക്കളിൽ 6 മക്കളും റസൂലുള്ളാഹിന്റെ ജീവിതകാലത്ത് തന്നെ ഈ ലോകത്തോട് വിട പറഞ്ഞിരുന്നു. അതിൽ 5 മക്കളുടെ മയ്യത്ത് സ്വന്തം കൈ കൊണ്ടാണ് റസൂലുള്ളാഹി ഖബറിലേക്ക് എടുത്തു വെച്ചത്. പ്രിയപ്പെട്ടവർ ആലോചിച്ചിട്ടുണ്ടോ? മക്കളുടെ മയ്യത്ത് ഖബറിലേക്ക് എടുത്തു വെക്കുന്ന ഒരു പിതാവിന്റെ മനസ്സിലെ വേദന എത്രയാണ് എന്ന്. മക്കൾ മരിച്ചുപോയ മാതാപിതാക്കൾ ചിലപ്പോൾ ഈ സദസ്സിലുണ്ടാകുമല്ലോ. താങ്ങാൻ കഴിയാത്ത വേദനയാണല്ലോ. അങ്ങനെയുള്ള 1, 2 മക്കളല്ല, 5 മക്കളെ മയ്യത്താ ഖബറിലേക്ക് എടുത്തു വെച്ചത്. എന്നാൽ ഒരു മകളുടെ മയ്യത്ത് കാണാൻ പോലും റസൂലുള്ളാഹിക്ക് കഴിഞ്ഞിരുന്നില്ല. ഏതാണ് ആ മകള്? റുഖിയ ബീവിയാണ്. റുഖിയ ബീവി എന്ന മോള് മരിക്കുന്നത് എപ്പോഴാ? റസൂലുള്ളാഹി ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോയ നേരത്താണ്. ദിവസങ്ങൾക്ക് ശേഷം യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ തന്റെ മകളെ കാണുന്നില്ല. കുടുംബക്കാര് പറഞ്ഞില്ല, നബിയേ, അങ്ങയുടെ മകളായ റുഖിയ ബീവി മരിച്ചുപോയി, ഞങ്ങള് ഖബറടക്കി നബിയേ. അതേ പുന്നാര മോളുടെ മയ്യത്ത് കാണാൻ പോലും റസൂലുള്ളാഹിക്ക് കഴിഞ്ഞിട്ടില്ല.
എന്ന് കരുതി റസൂലുള്ള പരാതി പറഞ്ഞോ? എന്ന് കരുതി റസൂലുള്ള പരിഭവപ്പെട്ടോ? അല്ലാഹുവേ, നീ എന്താ എന്നോട് ഇങ്ങനെ കാണിച്ചത്? നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാനല്ലേ ഞാൻ ബദറിലേക്ക് പോയത്, എന്നിട്ട് എന്റെ മോളെ നീ സംരക്ഷിച്ചില്ലല്ലോ അല്ലാ എന്ന് റസൂലുള്ള പരാതി പറഞ്ഞില്ല. അതേ, ക്ഷമയാണ്, ക്ഷമയാണ്. കാരണം റസൂലുള്ളാഹിക്കറിയാം ഇത് ദുനിയാവാ, ഇത് ദുനിയാവാ. ഈ ദുനിയാവിൽ ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുമെന്നോ. അതേ, അതുകൊണ്ട് എത്ര വലിയ പ്രയാസങ്ങൾ കടന്നു വരുമ്പോഴും അതിനേക്കാൾ വലിയ പ്രയാസങ്ങൾ അനുഭവിച്ചവരെ കുറിച്ച് ആലോചിച്ചാൽ മതിയല്ലോ. മഹാനായ ശൈഖുനാ കാളമ്പാടി ഉസ്താദ്, കാളമ്പാടി ഉസ്താദിന്റെ ജീവിതത്തിലും ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? കാളമ്പാടി ഉസ്താദ് പട്ടിക്കാട് ജാമിഅ നൂരിയ അറബി കോളേജിലോ, ആ ഫൈസി ബിരുദം കൊടുക്കുന്ന കോളേജിലോ 100 കണക്കിന് വരുന്ന പണ്ഡിത വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയമാ. അഭിവന്ദരായ തങ്ങളവറുകൾ വരുന്നുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. മഹാനായ ശൈഖുനാ കാളമ്പാടി ഉസ്താദ്, ആ ഉസ്താദ് പട്ടിക്കാട് ജാമിഅ നൂരിയ അറബി കോളേജ്, അവിടുന്ന് 100 കണക്കിന് വരുന്ന പണ്ഡിത വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു. അന്നേരം ഒരാൾ ഓടി വന്നു പറയുകയാണ്, ഉസ്താദേ, നിങ്ങളുടെ 2 പെൺകുട്ടികൾ ബസ് അപകടത്തിൽപ്പെട്ടു മരിച്ചുപോയി. സ്കൂളിൽ പഠിക്കുന്ന നിങ്ങളുടെ 2 പെൺകുട്ടികൾ ബസ് അപകടത്തിൽപ്പെട്ടു മരിച്ചുപോയി എന്നോ മഹാനായ ശൈഖുനാ കാളമ്പാടി ഉസ്താദിനോട് ഒരാൾ വന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞപ്പോ ഉസ്താദ് അവർകൾ പറയുകയാണ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഭാവഭാവ വ്യത്യാസങ്ങൾ ഏതുമില്ലാതെ പതറാത്ത പാദത്തോടെ ചിതറാത്ത ചിത്തത്തോടെ ഉറച്ചു നിൽക്കുന്നു. അങ്ങനെ കാളമ്പാടി ഉസ്താദ് അതിന് ശേഷം ആ സ്വഹീഹ് മുസ്ലിം എന്ന ഹദീസിന്റെ കിതാബ് ക്ലാസ് തുടരുകയാ. ആ ക്ലാസ്സിൽ നിന്ന് എഴുന്നേറ്റ് ഓടിപ്പോവുകയല്ല, ആർത്തട്ടഹസിച്ച് നിലവിളിക്കുകയല്ല. പിന്നെയോ ആ സ്വഹീഹ് മുസ്ലിം എന്ന ഹദീസിന്റെ കിതാബ് ക്ലാസ് തുടരുന്നു. പക്ഷെ ഈ വാർത്ത കേട്ട വിദ്യാർത്ഥികളാകെ അത്ഭുതപ്പെട്ടു പോയി. ഉസ്താദ് എന്തേ വീട്ടിലേക്ക് പോകാത്തത്? തന്റെ 2 പെൺകുട്ടികളോ, അതും സ്കൂളിൽ പഠിക്കുന്ന 2 പെൺമക്കൾ മരിച്ചു എന്ന വാർത്ത കേട്ടിട്ട് പോലും ഉസ്താദ് എന്തേ തന്റെ വീട്ടിലേക്ക് ഓടിപ്പോകാത്തത്? ഉസ്താദ് എന്തേ ക്ലാസ് എടുക്കാൻ വേണ്ടി ഇവിടെ തന്നെ ഇരിക്കുന്നത് എന്ന് വിദ്യാർത്ഥികൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു, അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ കാളമ്പാടി ഉസ്താദ് സ്വഹീഹ് മുസ്ലിം എന്ന ഹദീസിന്റെ കിതാബ് ക്ലാസ് തുടരുന്നു. കുറെ സമയം കഴിഞ്ഞു, ക്ലാസ് അവസാനിച്ചു. ഉസ്താദ് അവர்கள் കിതാബ് അങ്ങ് പൂട്ടിവെച്ചു തന്റെ വീട്ടിലേക്ക് പോവുകയാണ്. വാഹനത്തിൽ തന്റെ വീട്ടിലേക്ക് പോകുന്ന നേരത്തോ കൂടെയുള്ള ഒരാൾ ചോദിക്കുകയാണ്, ഉസ്താദേ, അങ്ങയുടെ 2 പെൺകുട്ടികൾ ആക്സിഡന്റിൽ പെട്ട് മരിച്ചു എന്ന് കേട്ടിട്ട് പോലും അങ്ങന്തേ കിതാബ് പൂട്ടി എഴുന്നേറ്റ് വരാതിരുന്നത് എന്ന് ചോദിച്ചപ്പോ കാളമ്പാടി ഉസ്താദ് പറയുകയാണ്, ഞാൻ ഹദീസിന്റെ കിതാബാണല്ലോ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ വചനാമൃതങ്ങളാണല്ലോ വിദ്യാർത്ഥികൾക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഞാൻ പാതി വഴിയിൽ വെച്ച് നിർത്തിയിട്ട് കിതാബ് പൂട്ടിയിട്ട് ഞാൻ വന്നു കഴിഞ്ഞാൽ അത് ഹദീസിനോടുള്ള അദബുകളല്ലേ, അത് റസൂലുള്ളാഹിനോടുള്ള മര്യാദകളല്ലേ. അതുകൊണ്ടാണ് ഞാൻ അത് പൂട്ടിവെക്കാതിരുന്നതെന്ന് കാളമ്പാടി ഉസ്താദ് മറുപടി പറയുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, സ്വന്തം മക്കളെക്കാൾ റസൂലുള്ളാഹിനെ സ്നേഹിച്ചതിന്റെ അടയാളമാണിത്. സ്വന്തം മക്കളെക്കാൾ ആരംഭക്കനിയായ ലോകത്തിന്റെ നായകനായ മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്ഥാനം കൽപ്പിച്ചവരാണവരോ. അല്ലാഹുവേ, അവരുടെ ഖൽബിലുള്ള ഈമാനിന്റെ 4-ൽ 1 അംശമെങ്കിലും ഈമാൻ ഞങ്ങളുടെ മനസ്സിലേക്ക് നീ പകർന്നു തരണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, ദുനിയാവാണ് ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും ജീവിതത്തിൽ വന്നെന്ന് വരാം. നീ പതറല്ല, നീ പതറല്ല. ആ സമയത്തും നീ ഉറച്ചു നിൽക്കുക. ഈമാനിന്റെ വഴിത്താരകളിൽ ഉറച്ചു നിന്നുകൊണ്ടോ എല്ലാ പ്രതിബന്ധങ്ങളെയും വകഞ്ഞു മാറ്റിയിട്ടോ, എല്ലാ വൈതരണികളെയും വകഞ്ഞു മാറ്റിയിട്ടോ, അല്ലാഹുവിനോടുള്ള ആ പ്രേമത്തോടെ, പടച്ച തമ്പുരാനോടുള്ള സ്നേഹത്തോടെ, അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമുക്ക് സാധ്യമാവണം. അല്ലാഹു തൗഫീഖ് തരുമാറാകട്ടെ. അതുപോലെ ഒരുപാട് കഷ്ടപ്പാടുകൾ, ഒരുപാട് വേദനകളോ അതൊരു ഭാഗത്തു നിന്ന് വരുന്നു. ചില ആളുകൾക്കോ മറുഭാഗത്തോ ഒരുപാട് സുഖങ്ങളും സന്തോഷങ്ങളും വരുന്നു. സന്തോഷ സമയത്തായാലും വിഷമഘട്ടങ്ങളിലായാൽ പോലും അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ഉറച്ചു നിൽക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധ്യമാവണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാനിനി നീട്ടി പറയുന്നില്ല. അഭിവന്ദരായ തങ്ങളവറുകൾ ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഏകദേശം 1.25 മണിക്കൂറോളമായി നമ്മൾ സംസാരിക്കുന്നു. തങ്ങളവറുകൾക്ക് ഇനി വേദി ഒഴിയുകയാണ്. അതിനു മുമ്പ് ഈ സദസ്സിനോട് പറയാനുള്ളത്, 2 ദിവസം വളരെ മനോഹരമായ കഥാപ്രസംഗം നിങ്ങൾ കേട്ടുകഴിഞ്ഞു. അതുപോലെ ഞാൻ ഏറെ സന്തോഷിക്കുന്നത് ഒരു നല്ല യൂത്ത്, നല്ല യുവാക്കൾ ഇതിനു വേണ്ടി പ്രവർത്തിക്കുകയാണ്. വളരെ സന്തോഷം തോന്നുകയാണ്. ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു തആല അവർക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ആ യുവാക്കളുടെ ജോലികളിൽ അല്ലാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. പഠിക്കുന്നവരുണ്ടെങ്കിൽ പഠനത്തിൽ അല്ലാഹു അഭിവൃദ്ധി പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് തങ്ങളവറുകൾ നമ്മുടെ യുവാക്കൾക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. ഒരുപാട് കാലങ്ങളായി അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. ഈ പരിപാടി നടത്തിയിട്ട് വല്ല സാമ്പത്തികമായി വല്ല ബാലൻസും ഉണ്ടാവുകയാണെങ്കിൽ പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി അവർ വിനിയോഗിക്കുകയാണ്. അല്ലാഹുവേ, ആ യുവാക്കളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ആ യുവാക്കളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ ഈ പരിപാടിയുടെ ഈ സെറ്റപ്പ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് തിരിയും ലക്ഷങ്ങളുടെ ചെലവായി ഈ പരിപാടി നടത്താൻ. അതുകൊണ്ട് തന്നെ ഈ പരിപാടിക്ക് വേണ്ടി സാമ്പത്തികമായി നിങ്ങളെ സഹായിക്കണം. മനസ്സുകൊണ്ടൊരു തുക നിങ്ങൾ കരുതുക. ഇന്നല്ലെങ്കിൽ ഇനിയും ഒരുപാട് ദിവസങ്ങളുണ്ട്. അതിനിടയിൽ ആ ഒരു തുക നിങ്ങൾ ഈ സദസ്സിലേക്ക് എത്തിച്ചു കൊടുക്കണം. കൊടുക്കൂലേ? ഒരു വലിയ തുകയൊന്നും പറയുന്നില്ല. ഒരു 500 രൂപ ഈ നമ്മുടെ ഈ പരിപാടിയുടെ വിജയത്തിനു വേണ്ടി നിങ്ങൾ സംഭാവന നൽകാൻ വേണ്ടി ആഗ്രഹിക്കാം. പക്ഷെ ഈ 500 രൂപ സ്വതക്ക കൊടുക്കുമ്പോ മനസ്സുകൊണ്ടൊരു നീയത്ത് വെക്കാം. മരിച്ചുപോയ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി, അവരുടെ ഖബറിലുള്ള അദാബിനെ തട്ടിമാറ്റാൻ വേണ്ടി, ഇനിയോ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആരോഗ്യമുള്ള ദീർഘായുസ്സിന് വേണ്ടി, നമുക്ക് ഒരുപാട് കാലം നമ്മുടെ ഉപ്പയെയും ഉമ്മയെയും കാണണം. അതുപോലെ നമ്മുടെ മക്കള്, നമ്മുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ പോറ്റി വളർത്തുന്ന നമ്മുടെ മക്കള്, ആ മക്കൾക്ക് ആരോഗ്യമുള്ള ദീർഘായുസ് വേണം. ആ മക്കളുടെ ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മാരകമായ രോഗങ്ങളുടെ അണുക്കളുണ്ടെങ്കിൽ അല്ലാഹുവേ നീ നശിപ്പിക്കണേ അല്ലാ, നീ നശിപ്പിക്കണേ അല്ലാ. ഒരുപാട് സദസ്സുകളിലൊക്കെ ഒരുപാട് ആളുകൾ, ഒരുപാട് ഉപ്പ ഉമ്മമാര് കരഞ്ഞു പറയുകയാണ്, ഉസ്താദേ എന്റെ മോന് സുഖമില്ല. 3 വയസ്സും 4 വയസ്സും പ്രായമുള്ള മക്കള്, 3 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി തൊണ്ടവേദന വന്നു. ആ കുട്ടിയെ ഹോസ്പിറ്റലിൽ ചികിത്സിക്കാൻ വേണ്ടി പോയപ്പോ അവിടുത്തെ ഡോക്ടർ പറഞ്ഞത് ഈ പൊന്നുമോൾക്ക് തൊണ്ടക്ക് ക്യാൻസർ എന്നാണ്. അല്ലാഹുവേ നീ ശിഫ നൽകണേ അല്ലാ. അതുപോലെ അടുത്തൊരു സഹോദരി ദുആ ചെയ്യാൻ പറഞ്ഞത്, ആ സഹോദരി ജോലി ചെയ്യുന്ന അംഗൻവാടി യുകെജിയിലേക്ക് എല്ലാ ദിവസവും ഒരു കുഞ്ഞു വരാറുണ്ട്. യുകെജിയിൽ പഠിക്കുന്ന 6 വയസ്സുള്ള ഒരു കുഞ്ഞുമോൻ. ആ മോന് പക്ഷെ ഒരു അസുഖമാണ്, മൂത്ര തടസ്സമാണ്. മൂത്രം ശരിയായി പോകൂല, മൂത്ര തടസ്സമാണ്. എന്നിട്ട് ആ സഹോദരി പറയുകയാണ്, ഉസ്താദേ ആ സ്കൂളിലേക്ക് 10 മണിക്ക് വന്ന് 2 മണിക്ക് പിരിഞ്ഞു പോകും. അതിനിടയിൽ 50-ലധികം തവണ മൂത്രമൊഴിക്കാൻ വേണ്ടി മൂത്രപ്പുരയിൽ പോകും. പക്ഷെ ഓരോ തവണയും മൂത്രം പോകാതെ കരഞ്ഞിട്ട് വേദന കൊണ്ട് തിരിച്ചു വരുന്ന പൊന്നുമോൻ കണ്ട് സഹിക്കാൻ കഴിയും
കഴിയുന്നില്ല ഉസ്താദേ, അതുകൊണ്ട് അവന്റെ ശമനത്തിന് വേണ്ടി ദുആ ചെയ്യണേ എന്ന് പറഞ്ഞൊരു സഹോദരി കരയുകയാണ്. അല്ലാഹുവേ, ആ പൊന്നുമോന് നീ ശിഫ നൽകണേ അല്ലാ. അല്ലാഹുവേ, ഈ സദസ്സിൽ വെച്ച് നിന്നോട് ചോദിക്കുകയാണ് റബ്ബേ, ഞങ്ങളുടെ മക്കൾക്ക് ഇതുപോലെയുള്ള രോഗങ്ങൾ നീ തരല്ല അല്ലാ. ഞങ്ങളുടെ മക്കൾക്ക് ഇതുപോലെയുള്ള രോഗങ്ങൾ നീ തരല്ല റബ്ബേ. ഞങ്ങളെ മക്കളെ ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മാരകമായ രോഗങ്ങളുടെ അണുക്കളുണ്ടെങ്കിൽ നീ നശിപ്പിക്കണേ അല്ലാ, നീ നശിപ്പിക്കണേ അല്ലാ. 3 ലക്ഷ്യങ്ങൾ മനസ്സിൽ കരുതാം. 1 മരിച്ചുപോയ മാതാപിതാക്കൾക്ക്, 2 ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളുടെ ആരോഗ്യമുള്ള ദീർഘായുസിന് വേണ്ടി, 3-മത്തേത് നമ്മുടെ മക്കൾക്ക് ആരോഗ്യമുള്ള ദീർഘായുസിന് വേണ്ടി. ഇൻഷാ അല്ലാഹ് ഒരു 500 രൂപ മനസ്സുകൊണ്ട് കൊടുക്കാൻ വേണ്ടി നിയ്യത്താക്കുക. നമ്മുടെ സംഘാടകർ നിങ്ങളെ സമീപിക്കും. പോവൂലേ? ഒന്ന് എല്ലായിടത്തും പോവാം. ആണുങ്ങളടുത്തും പെണ്ണുങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, എല്ലായിടത്തും പോവാം. ചുരുങ്ങിയതൊരു 100 ആളുകളെങ്കിലും 500 രൂപ എഴുതാൻ തയ്യാറാവുക. അങ്ങനെയാണെങ്കിൽ ഒരു അല്പം സഹായമാവും നമ്മുടെ സംഘാടകർക്ക്. ഇൻഷാ അല്ലാഹ് നല്ല നിയ്യത്താണ്, ആ നിയ്യത്തിൽ അങ്ങനെ കൊടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവേ, നീ അനുഗ്രഹിക്കണേ അല്ലാ. ഈ പറഞ്ഞതിനെയും കേട്ടതിനെയും നീ സ്വീകരിക്കണേ അല്ലാ. പടച്ചോനെ, ദുനിയാവില് 1000കണക്കിന് രൂപ വെറുതെ ചെലവഴിക്കപ്പെടുന്നുണ്ട് റബ്ബേ. 10,000 നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് റബ്ബേ. അതിൽ എൻ്റെ ഒരു 500 രൂപ ഞാൻ വിയർപ്പൊഴുക്കിയിട്ടുണ്ടാക്കിയത്, അതുപോലെ ഞാൻ സൂക്ഷിച്ചു വെച്ച 500 രൂപ അല്ലാഹുവേ, നിന്റെ ഈ വിജ്ഞാന സദസ്സിന് വേണ്ടി ഞാൻ സംഭാവന നൽകുകയാണ്. ഈ സംഭാവനയുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ മനസ്സിലുള്ള മുറാദുകൾ നീ ഹാസിലാക്കി തരണേ അല്ലാ എന്ന നല്ല നിയ്യത്തോടുകൂടി ഇൻഷാ അല്ലാഹ് നമ്മൾ സംഭാവന നൽകുക. അല്ലാഹു നമ്മുടെ സ്വതക്കകൾ സ്വീകരിക്കട്ടെ. ഈ പറഞ്ഞതിനെയും കേട്ടതിനെയും സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു വ്യക്തി ഒരു കുപ്പിത്തേൻ അവരുടെ കുടുംബത്തിനും ജോലിയിലും ബർക്കത്തുണ്ടാവാൻ വേണ്ടി ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു. അല്ലാഹു തആല അഭിവൃദ്ധി പ്രദാനം ചെയ്യട്ടെ. കുടുംബത്തിൽ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. തങ്ങളുടെ ശ്രദ്ധയിലേക്ക് പറയുകയാണ്. നെഞ്ചിൽ 2 ഓപ്പറേഷൻ ചെയ്തു, എന്നിട്ടും സുഖമായില്ല ഒരു സ്ത്രീക്ക്. അല്ലാഹു തആല ശിഫ നൽകുമാറാകട്ടെ. മകന്റെ ഗൾഫിലെ ജോലി ശരിയാവാൻ വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞു. അല്ലാഹു തആല ശരിയാക്കി കൊടുക്കുമാറാകട്ടെ. കാബാലികർ കരങ്ങളാൽ കൊല്ലപ്പെട്ട റിയാസ് ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യുന്നു. അല്ലാഹു തആല ഖബറിടം സ്വർഗ്ഗപൂങ്കാവനമാക്കി മാറ്റുമാറാകട്ടെ. അല്ലാഹുവേ, ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് നീ ബോധം നൽകണേ അല്ലാ. ഇന്നലെ അസുഖത്തെ തുടർന്ന് മരണപ്പെട്ടു പോയ സിറാജുദ്ദീൻ ഏരിയാലിൻ അല്ലാഹുവേ ഖബർ സ്വർഗ്ഗമാക്കി കൊടുക്കണേ അല്ലാ. ഇന്ന് മരണപ്പെട്ടു പോയ ഷബ്ന ബാങ്കോട് അല്ലാഹു തആല ആ വിദ്യാർത്ഥിനിയുടെ ഖബർ സ്വർഗ്ഗമാക്കി കൊടുക്കുമാറാകട്ടെ. ഈ നാടിൽ നിന്ന് അടുത്തിടെയായി ഒരുപാട് പേര് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാഹുവേ, അവരുടെ ഖബർ നീ സ്വർഗ്ഗമാക്കണേ അല്ലാ. അതുപോലെ ഈ നാട്ടിൽ നിന്ന് കൊല്ലപ്പെട്ട മൻസൂർ എന്ന് പറയുന്ന വ്യക്തി, അല്ലാഹുവേ ഖബർ സ്വർഗീയ ആരാമമാക്കി മാറ്റണേ അല്ലാ. അതുപോലെ ഉമ്മാന്റെ അസുഖം മാറിക്കിട്ടാൻ വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞു. അല്ലാഹുവേ ശിഫ നൽകണേ അല്ലാ. മകന്റെ അസുഖം മാറിക്കിട്ടാൻ ദ്വാരക്കാൻ പറഞ്ഞു. അല്ലാഹുവേ ശിഫ നൽകണേ അല്ലാ. 6 വർഷത്തോളമായി കല്യാണം കഴിഞ്ഞ കുട്ടികളിൽ അല്ലാഹുവേ സ്വാലിഹായ സന്താനത്തിന് പ്രദാനം ചെയ്യണേ അല്ലാ. തങ്ങളവர்கள் പ്രത്യേകം ദുആ ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു നാം ഈ പറഞ്ഞതിനെയും കേട്ടതിനെയും ദുആ ചെയ്തതിനെയും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കൾ ഇനിയും ഓരോ കൊല്ലവും ഓരോ പരിപാടി മാത്രമല്ല, ഒരുപാട് നന്മയാർന്ന പ്രവർത്തനങ്ങൾ, ഒരുപാട് പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പിയിട്ടു എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ നിങ്ങളുടെ ജൈത്രയാത്ര തുടരുക. അല്ലാഹു സഹായിക്കട്ടെ. അല്ലാഹുവേ, ഈ ചെറുപ്പക്കാരെ നീ സഹായിക്കണേ അല്ലാ. ഈ ചെറുപ്പക്കാരുടെ ഈ പ്രവർത്തനത്തിന് എല്ലാവിധ പിന്തുണയും നൽകുന്ന ഒരുപാട് സഹോദര സഹോദരിമാര്, അവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ, ഇന്ന് ഇവിടെ വന്നപ്പോൾ ഭക്ഷണം നൽകിയ വീടുണ്ട് റബ്ബേ, ആ വീട്ടിൽ നീ അഭിവൃദ്ധി നൽകണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിർത്തുകയാണ്. മനോഹരമായി മൈക്ക് കൈകാര്യം ചെയ്ത ഓപ്പറേറ്റർമാർ, അവർക്ക് അല്ലാഹു അവരുടെ ജോലികളിൽ അഭിവൃദ്ധി പ്രദാനം ചെയ്യട്ടെ. നിർത്തുന്നു. തങ്ങൾ അവർക്ക് വേണ്ടി വേദി വഴിമാറുന്നു. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.